ഈ യെശയ്യാ പ്രവാചകന് ഒരു വിശേഷണ പദം വേദപണ്ഡിതാക്കൾ കൊടുത്തിരിക്കുന്നത് സുവിശേഷ പ്രവാചകൻ എന്ന. സുവിശേഷ പ്രവാചകൻ. അതിന്റെ കാരണം യെശയ്യാവ് യേശുക്രിസ്തുവിനെ കണ്ടയാളാണ്. അദ്ദേഹം ജീവിച്ച ശുശ്രൂഷിച്ച കാലത്ത് ജഡരൂപമെടുത്ത് യേശു ഈ ഭൂമിയിൽ വന്നിട്ടില്ല. പക്ഷെ യേശുക്രിസ്തുവിനെ കണ്ടു യെശയ്യാവ്. അപ്പോൾ ഇദ്ദേഹം ഒരു സുവിശേഷ പ്രവാചകൻ. സുവിശേഷ പ്രവാചകൻ. അത് എന്തുവായി സുവിശേഷം? അത് ഇവിടെ പറയേണ്ട കാര്യമില്ലെങ്കിലും പറയാതിരിക്കാൻ ഒക്കത്തില്ല, യോഗം അങ്ങനത്തെ ആണല്ലോ. എന്താണ് സുവിശേഷം? സുവിശേഷം മതം മാറ്റുമല്ല, സഭ മാറ്റുകയല്ല, സംഘടന മാറുകയല്ല, മറ്റുള്ളവരുടെ സൗകര്യം കെടുത്തുകയല്ല, മറ്റുള്ളവരെ അലോക്യമുണ്ടാക്കാൻ പ്രേരിപ്പിക്കുന്നതല്ല. സുവിശേഷം പ്രത്യയശാസ്ത്രവുമല്ല, തത്വസംഹിതകളുമല്ല, ബഹളവും വെപ്രാളുമല്ല. സുവിശേഷം ഒരു വ്യക്തിയാണ്. അതല്ല, നമുക്കറിയാം, മറ്റാരുമല്ല, നസറായനാകുന്ന യേശുക്രിസ്തു. വായിച്ചോ തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 വാക്യം അങ്ങ് വായിക്കണം. ഇതെല്ലാം ഇവിടെ ഇരിക്കുന്നവർക്ക് അറിവുള്ള വാക്യമാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഓ ഇതൊക്കെ വായിപ്പിക്കണോ? അല്ല, എന്തിനാ വായിപ്പിക്കുന്നത്? ചില ആൾക്കാർ എന്നെപ്പറ്റി പറയുന്നത് അയാൾ വായി വരുന്നതെല്ലാം വിളിച്ചു പറയുമെന്ന. അതിനായി വായിപ്പിക്കുന്ന, വായി വരുന്നത് ഇതൊക്കെയാണ്. എന്നെ ചിലയിടത്ത് വിളിക്കാൻ നേരത്ത് ചില സെൻറ്ററിൽ, ചില ഡിസ്ട്രിക്റ്റിൽ, ചില സെക്ഷനിലൊക്കെ ചെല്ലി പറയാം, അയാളെ വിളിക്കരുത്, അയാൾ വായി വരുന്നതല്ല. സെക്ഷൻ എന്ന് പറഞ്ഞപ്പം മനസ്സിലായി കാണും ഏത് സഭയാന്ന്. സെൻറ്റർ എന്ന് പറഞ്ഞപ്പം ഏതാന്ന് ആയി കാണും ഏത് സഭ. ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞപ്പോഴും ഇപ്പം പിടികിട്ടി കാണും. എല്ലായിടത്തുമല്ല, ചിലയിടത്ത്. അപ്പം വിളിക്കുന്ന കാര്യം പറയുമ്പോൾ ഏതേലും ഞാഞ്ഞൂല് പറയും, അയാൾ വായി വരുന്നതല്ല വിളിച്ചു പറയും. അപ്പം എൻ്റെ വായി വരുന്നത് എന്നാന്ന് അറിയിക്കാനായി ഇവരെ കൊണ്ട് വായിപ്പിക്കുന്നതിന് ആ 3 എണ്ണത്തിനെ പിടിച്ച് മുന്നിൽ ഇരുത്തിയത്. വായിര് തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. പിന്നെ അതാ സുവിശേഷം. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തു, അതാ സുവിശേഷം. ഒന്നുകൂടെ വിശദീകരിച്ചാൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്തുവാ? നല്ല വാർത്ത, സദ്വർത്തമാനം. അങ്ങനെ നല്ല വാർത്ത അല്ലയോ? സദ്വർത്തമാനം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എങ്ങനെയാ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഗുഡ് ന്യൂസ്. ഇംഗ്ലീഷ് ഇരിക്കട്ടെ, നമ്മുടെ യോഗമല്ലയോ? അപ്പോൾ ഗുഡ് ന്യൂസ്, നല്ല വാർത്ത, നല്ല വർത്തമാനം. അതെന്താ? മറ്റു വർത്തമാനം ഒന്നും നല്ലതല്ല. എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുന്ന വാർത്തയല്ല നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പനും അമ്മയ്ക്കും വല്യപ്പനും വല്യമ്മയ്ക്കും കൊച്ചുമക്കൾക്കും ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റുമോ? അതിലെ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുമ്പോൾ പിള്ളേർ വന്നിരിക്കുമ്പോൾ എന്നാ കേൾക്കാനാട്ടാ കീഴേ വന്നിരിക്കുന്നത്? പോ മൂത്തവർ. അപ്പം മൂത്തവർ പറയുന്നതെല്ലാം അങ്ങനത്തതാ, കൊച്ചുങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തതാ. കൊച്ചുങ്ങളും ഇപ്പം പറയുന്നത് അമ്മച്ചി എന്തിനാ ചോദിക്കുന്നത്, ഞങ്ങൾ വർത്താനം, അവരും അത്രയാ പറയുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും കേൾക്കാൻ പറ്റാത്ത വാർത്തകളാ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പച്ചനും അമ്മച്ചിക്കും വല്യപ്പച്ചനും വല്യമ്മച്ചിക്കും കൊച്ചുമക്കൾക്കും എല്ലാം കൂടെ, ഭാര്യയ്ക്കും ഭർത്താവിനും സഹോദരനും സഹോദരിക്കും ആങ്ങളയ്ക്കും പെങ്ങൾക്കും ചേട്ടത്തിക്കും അനിയത്തിക്കും അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും എല്ലാം ഒന്നിച്ചിരുന്ന് കേൾക്കാൻ പറ്റാവുന്ന ഒരേ ഒരു വാർത്തയേ ഉള്ളൂ. അത് സുവിശേഷമാണ്. സുവിശേഷം അതാ സദ്വർത്തമാനം, ഗുഡ് ന്യൂസ്, നല്ല വാർത്തയാണ്. ഇതെല്ലാവരും കേൾക്കണം. എന്തുവാ? ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ സുവിശേഷം എന്താ സുവിശേഷം? ഒന്നുകൂടെ തെളിച്ച് പറഞ്ഞാൽ വായിച്ചേ, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15:3 ഒരു ചെറിയ വിശദീകരണം. എന്തുവാ സുവിശേഷം? ചെറിയ വിശദീകരണം. 15:3 മുതൽ വായിര്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ട്, ഫുൾ സ്റ്റോപ്പ് ഇല്ല കേട്ടോ, മരിച്ചു അടക്കപ്പെട്ട് തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഇതാ സുവിശേഷം. ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനം, യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ ഉയർപ്പ്, ഇതാ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത. യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാ, നല്ല വാർത്തയാ. ദൂതന്മാരുടെ ഗാനാലാപമൊക്കെ നമുക്കറിയാമല്ലോ. ദൈവത്തിന് മഹത്വം. അവർ വന്ന് പറയുക, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. അതാ ഈ വാർത്തയുടെ വിശേഷത. യേശുക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാ. എല്ലാവർക്കും
ഇവർക്കും ആമേൻ നല്ല വാർത്തയായി ക്രിസ്തുവേശുവിന്റെ തിരുപ്പിറവി. അതെന്താ ഈ നല്ല വാർത്തയാകാൻ കാര്യം? ഒന്ന് രണ്ട് കാര്യം പറയാം. ലൂക്കോസ് 2:8 മുതൽ വായിച്ചു. ഇത് നല്ല വാർത്തയാകാൻ കാരണം കർത്താവിന്റെ തിരുജനനത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ അവിടെ നിന്ന് സൂചിപ്പിച്ചു മുമ്പോട്ട് പോകാം. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. ഓടിച്ചു വായിച്ചോ ദൈവദാസി. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്ന് കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവേശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനുണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. അതെ, നിങ്ങൾക്ക് ആ ഭാഗം അറിയാവുന്നത് കൊണ്ട് വായിപ്പിച്ച് അധികം സമയം കളയുന്നില്ല. വായിപ്പിക്കാൻ തുടങ്ങിയത് ഇതിനകത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നതെന്ന് അറിയിക്കാനാ വായിപ്പിച്ചത്. അപ്പൊ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ 13 വരെയുള്ള തിരുവെടുത്ത് പഠിക്കുമ്പോൾ ക്രിസ്തുയേശുവിന്റെ തിരുപ്പിറവി, ആ തിരുപ്പിറവിയിൽ മനുഷ്യവർഗത്തിന് എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ നേട്ടം കൈവരിച്ചു. ഒന്ന്, ഇരുട്ട് മാറി. കാരണം അവിടെ വായിക്കുന്നത് രാത്രിയിലായി സംഭവം. രാത്രിയിൽ അങ്ങനെ ഒരു പദം ഉണ്ടല്ലോ സഹോദരി, ഇല്ലേ? വായിര്. രാത്രിയിൽ. അപ്പൊ രാത്രി എന്ന് പറയുമ്പോ ഇരുട്ടാ. അപ്പൊ തിരുപ്പിറവി നടക്കുമ്പോൾ ഒരു വലിയ വെളിച്ചം അവരെ ചുറ്റി. അപ്പൊ ഇരുട്ട് മാറി. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ജനനം നല്ല വാർത്തയാകാൻ കാര്യം ഇരുട്ട് മാറ്റുന്ന ജനനമാണ്. വ്യക്തികളുടെ ഇരുട്ട് മാറ്റും, കുടുംബത്തിന്റെ ഇരുട്ട് മാറ്റും, ദേശത്തിന്റെ ഇരുട്ട് മാറ്റും, രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റും, രാഷ്ട്രങ്ങളുടെ ഇരുട്ട് മാറ്റും, സാമ്രാജ്യങ്ങളുടെ ഇരുട്ട് മാറ്റുന്ന ജനനമാണ് യേശുവിന്റെ ജനനം. അതുകൊണ്ട് ഇത് സന്തോഷമാണ്. സ്തോത്രം. നല്ല ജനനമാണ് യേശുവിന്റെ ജനനം. ദൈവത്തിന്റെ മഹത്വം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് ക്രിസ്തുയേശുവിന്റെ. ഇരുട്ട് എന്തുവാ എടുത്ത് വായിപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിക്കുമ്പോൾ ഇരുട്ട് പ്രധാനമായിട്ട് 3 കാര്യത്തെ കാണിക്കുന്നു. 1, പാപം. 2, പിശാച്. 3, നരകം. എല്ലാ വാക്യങ്ങളും ഉണ്ട്, എല്ലായിടത്തും എടുക്കാൻ നേരമില്ല. അപ്പൊ പാപം, പിശാച്, നരകം, അതാ ഇരുട്ട്. അപ്പം നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള മാർഗമാ സുവിശേഷം. നമുക്കറിയാമല്ലോ, ഒരുത്തനെ രാജഭൃത്യന്റെ മോന്റെ കല്യാണം എല്ലാവരെയും ക്ഷണിച്ചു. സമയത്ത് ക്ഷണിച്ചവനാരും ഒരുത്തൻ വന്നില്ല. അവര് എന്തിനാ പോയെന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. ഒരുത്തൻ്റെ കല്യാണം കഴിഞ്ഞു, അവനെ നെയ്യുമൊക്കെ കൂട്ടി ഉണ്ട് നടക്കുക. കേരളത്തിലെ രീതി വെച്ചാൽ പണ്ടൊക്കെ അമ്മായിയമ്മ ചോറ് നെയ്യ് ചേർത്താ കൊടുക്കുന്നത്. ഇപ്പം അമ്മായിയമ്മയ്ക്ക് കൂടെ ചിക്കൻ മേടിച്ചോണ്ട് വരിക. മമ്മിയും വാ, തള്ളയ്ക്കും അതാ ഇഷ്ടം. പണ്ട് അങ്ങനെ ഇല്ലയോ അനിയൻ കുഞ്ഞു പാസ്റ്റേ? പിന്നെ പണ്ട് അങ്ങനെ നെയ്യൊക്കെ ചേർത്ത് അങ്ങനെ തരുമായിരുന്നു. ഇവരൊക്കെ കഴിച്ചവരാ, ഞാനും ഇച്ചിരി കഴിച്ചിട്ടുണ്ട്. അത് നല്ലതുമാണ് കേട്ടോ. അപ്പൊ ഒരുത്തനെ വിവാഹത്തിന് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞ് കല്യാണം കഴിഞ്ഞതേ ഉള്ളെന്ന്. എന്നാ മറ്റവനെ വിളിക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞ് കാളയെ മേടിച്ചു. വേറൊരുത്തൻ പറഞ്ഞു നിലവും മേടിച്ചു. അവിടെ പറയുന്നത് ഒഴിവ് കഴിവ് പറഞ്ഞെന്ന. സാറ് ഒരു പ്രയോഗം കൊടുത്തിട്ടുണ്ട്. സൈമൺ സാറ് ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. ഒഴികഴി ഓരോ തരം പറഞ്ഞൊരു നേരം ഒരുത്തനു നിലത്തിനായി മനസ്സിൽ വിചാരം. നിജ സ്ത്രീയിൽ ലയിക്കയാൽ ഒരുത്തനു സാരം. മുട്ടക്കുണ്ടു കാളകളാൽ അപരന്നു പാരം. രാജാത്മജം വിരുന്നതിൻ വിവരം. രാജാത്മജം വിരുന്നതിൻ ഒഴിവ് കഴിവ് പറഞ്ഞു. രാജാവിന് വലിയ മനോദുഃഖമുണ്ടായി. ഭൃത്യന്മാരോട് പറഞ്ഞു, ക്ഷണിച്ചവരാരും വന്നില്ലാണ്ട് ആ വഴിത്തലക്കലിരിക്കുന്നതെല്ലാം വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഭൃത്യന്മാര് 4 വാർഡ് ഓടി മെനക്കെട്ട് നിന്നവനെയും വഴിത്തലയ്ക്ക് നിന്നവനെയും പരിവക്കേട് നിന്നവനെയും എല്ലാം വിളിച്ചു വരാം. അങ്ങനെ വന്നതാ നമ്മളല്ല. നമ്മുടെ ഇരിപ്പ് കണ്ട ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് വന്നതുപോലെ. ആ കാര്യത്തിന് യാതൊരു കുറവും
ആ നോട്ടോ ഇരിപ്പ് കണ്ടില്ലേ, എന്നെ വിളിച്ചില്ലായിരുന്നേ സ്വർഗത്തിൽ സ്തംഭനം ഉണ്ടായേന്. പൗലോസ് പറഞ്ഞൊരു പദം പറയാം, ഞെളിയാതെ ഭയപ്പെടും ദൈവത്തെ. യോഗ്യതയുള്ളത് കൊണ്ട് വിളിച്ചതല്ല, ഒരു യോഗ്യതയും ഇല്ലാഞ്ഞത് കൊണ്ട് വിളിച്ചതാ, മെനക്കെട്ട് നിന്നതാ, ആരും ഗവനിക്കുന്നില്ലായിരുന്നു. അന്നേരം വന്ന് വിളിച്ച വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മളല്ല ഇതിനകത്ത് വന്നേ, ഓടി ചാടി എല്ലാവരും വന്നേ. ഒടുവിൽ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞപ്പോൾ രാജാവ് ഇത് കാണാനൊന്ന് വന്ന കക്ഷികളെയൊക്കെ ഒന്ന് കാണാൻ. രാജാവ് ചില ക്രമീകരണമൊക്കെ ചെയ്തേച്ചാ എല്ലാത്തിനെയും വിളിപ്പിച്ചത്. ഇതിനകത്തോട്ട് കയറാൻ ഒരു വാതിലുണ്ടായിരുന്നു. വാതിൽക്കൽ രണ്ടുപേരെ ചുമതലപ്പെടുത്തി വരുന്നവനെല്ലാം ഡ്രസ്സ് കൊടുത്ത് കയറ്റണം. അങ്ങനെ തൻ്റെ മോൻ്റെ കല്യാണമല്ലേ, രാജാവ് എല്ലാവരും ഒന്ന് കാണാനായിട്ട് വന്നു. അപ്പോൾ ഒരുത്തനെ കല്യാണ വസ്ത്രം ധരിക്കാതെ ഇരിക്കുന്നു. അവനെ ആക്ഷേപിച്ചില്ല, വളരെ മയത്തിലായിച്ച, സ്നേഹിത എന്ത് ചെയ്യുക കല്യാണ വസ്ത്രം? അവ പറഞ്ഞു, ഇതല്ലേ? അല്ലല്ല, അതുകൊണ്ട് അവർക്കെല്ലാം ഉണ്ടല്ലോ, നിനക്ക് എന്ത് ചെയ്യും? എനിക്ക് കിട്ടിയില്ല. അങ്ങനെ കിട്ടാതിരിക്കാൻ ചാൻസ് ഇല്ലല്ലോ, കിട്ടുമല്ലോ, ഞാനവിടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. ഇല്ല യജമാനെ, എനിക്ക് കിട്ടിയില്ല. അപ്പം രാജാവിന് ഡൗട്ട്. രാജാവ് ചോദിച്ചു, നീ എതിലേക്കൂടാ ഇതിനകത്ത് വന്നേ? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഡൈവ് ചെയ്ത് വന്നതാണ്, മതിൽ ചാടി. ഇതിനകത്ത് വന്നവരെല്ലാം ആ വാതിലിൽ കൂടാ വന്നത്. ഒരു വാതിലേ ഉള്ളൂ, ഒറ്റ വാതിലേ ഉള്ളൂ. ആ വാതിൽക്ക് കൂടാ ഇങ്ങോട്ട് വന്നത്. ഇവന് വാതിൽക്ക് കൂടെ വരാൻ നിന്നില്ല, ഇവൻ ഡൈവ് ചെയ്യും. പഴയ ജൂഡോയാ, ഒറ്റ വെട്ടിന് 10 ഇഷ്ടിക പൊട്ടിക്കുന്നവനാ. അതെല്ലാം വന്ന് ഇതിനകത്ത് ഇറക്കുക. അതില്ലേ ചെല്ലു പറഞ്ഞേ, പാസ്റ്ററെ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, അന്വേഷിച്ച് നോക്കണം, ഞാൻ വെട്ടിപ്പുറം തോമാച്ചൻ ആരാന്ന്, മുണ്ടുകോട്ട ബേബി. പിന്നെ പഴയ ഡൈവാ. ഇവന് ഡൈവ് ചെയ്ത് ഇതിനകത്ത് കയറി. അപ്പൊ ചോദിച്ചു, എങ്ങനെ? ഞാൻ മതിൽ ചാടി കയറിയതാണ്. അപ്പൊ രാജാവ്, നിങ്ങൾ അവിടെ ഭാഗം പഠിച്ചാൽ മനസ്സിലാകും. രാജാവ് ഉടനെ ഭൃത്യന്മാരോട് പറഞ്ഞു, ഇവനെ മതിൽ ചാടി വന്നതുകൊണ്ട് ഇവനെ പിടിച്ചു കിട്ടിയേച്ച മതിലേ കൂടെ തന്നെ എടുത്തിട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ തന്നെ കയ്യും കാലും കെട്ടി. ഭൃത്യന്മാർ വന്നവന്റെ കയ്യും കാലും കെട്ടി. അങ്ങനെ സാറ് എടുത്തിരിക്കുന്നത്, ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. ഭൃത്യരവനെ വരിഞ്ഞു കെട്ടി വൈരം തേടി പട്ടണത്തിനു പുറത്തെ മതിലിങ്കൽ കൂടി. ഒട്ടുമട്ടി കാണാനുള്ള കൂരിട്ടിൽ പേടി പെട്ട് നരകത്തിൽ താഴാൻ തള്ളിയും പച്ചോടി. ഒട്ടുമട്ടി കാണാനുള്ള കൂരിട്ടിൽ പേടി പെട്ട് നരകത്തിൽ തള്ളിയും പച്ചോടി. രാജാൽമജ വിരുന്നതിൻ വിവരം, രാജാൽമജ വിരുന്നതിൻ വിവരം. ഈ ഉപമയോ മകസാരം, രാജാൽമജ വിരുന്നതിൻ വിവരം. അപ്പൊ ശ്രദ്ധിക്കുക, ഇരുട്ട് നരകത്തെ കാണിക്കുന്നതാണ്. ഓടിച്ചു മുമ്പോട്ട് പോകാം. അപ്പൊ ശ്രദ്ധിക്കേ, ഇരുട്ട് ഒന്ന് പാപത്തെ കാണിക്കുന്നു, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികൾ. 2, ഇരുട്ട് പിശാചിനെ കാണിക്കുന്നു, അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും വരുന്നവൻ. 3, ഇരുട്ട് നിത്യ നരകത്തെ കാണിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി നടന്നപ്പോൾ ഇരുട്ട് മാറി. അപ്പോൾ ക്രിസ്തുയേശുവിന്റെ ജനനം, ആമേ, സുവിശേഷം, സദ്വർത്തമാനം, നല്ല വാർത്തയാകാൻ കാര്യം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. നിന്റെ ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ ഇരുട്ട് മാറ്റം. ഇവിടെ നിന്ന് ഒത്തിരി കാര്യം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഇന്ന് സമയത്തെ എനിക്ക് ഒരു 2-2.5 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ശൈലി അനുസരിച്ച് പറയാൻ പറ്റുള്ളൂ. ശരി, ഒന്നും നന്നായി ഏക്കുകയല്ല, പിന്നെ ഒരു പരുവത്തിന് അങ്ങ് ഒപ്പിക്കുക. എൻ്റെ രീതി അതാ. നമുക്കാണെങ്കിൽ അധികം സമയവും ഇല്ല താനും. ആട്ടെ, ദൈവത്തിൻ്റെ മകത്ത് ഉള്ളതാട്ടെ. ഞാനിപ്പോൾ അങ്ങ് ആശ്വസിക്കുക. പണ്ടൊരാൾ പറഞ്ഞ 8 കേട്ട് കുടുംബത്തിരുന്നാൽ കിട്ടുമോ എന്ന് ചോദിച്ച പോലെ ഉള്ളതാണ്.
ദൈവത്തിന് മഹത്വം. അപ്പോൾ ഇരുട്ട് പിശാചിനെയും പാപത്തെയും ഒക്കെ കാണിക്കുന്നതാണ്. യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ ഇന്ന് അങ്ങനെ ആഘോഷിക്കുകയാണല്ലോ. ഡിസംബർ 25 യേശു ജനിച്ചത്, വേറെ രാജ്യത്ത് വേറെ ഡേറ്റാ. പിന്നെ എന്തേലും ആട്ടെ, അങ്ങനെയും ഒരു അവധി കിട്ടുന്നു. ഇപ്പം അവധി ഇനിയിപ്പം ഉണ്ടാകുമെന്ന് അതുമൊക്കെ പോട്ടെ. ഇന്നത്തെ ദിവസം തന്നെ ബന്ധുക്കോസുകാരുമൊക്കെ കരോളിന് ഇറങ്ങുന്നവരും ഉണ്ട്. അത് കഴിഞ്ഞെല്ലാം വേറെ പണിക്ക് പോകുന്നവരും ഉണ്ട്. അങ്ങനെയും ഒരു ദിവസം ആട്ടെ, നല്ല കാര്യം. എന്തായാലും ഇരുട്ട് മാറ്റുന്ന മാർഗമാണ് സുവിശേഷം. എത്രയെത്ര ജീവിതങ്ങളുടെ സമൂഹത്തിൻ്റെ ഇരുട്ട് മാറ്റി. ഒരു കാലത്ത് കേരളത്തിൽ ഞാൻ എപ്പോഴും പറയും, ഇതുപോലെ വെള്ളത്തുണി എടുത്തുകൊണ്ട് എല്ലാവർക്കും നടക്കാൻ ഒക്കുകയില്ല, ഇരുട്ടാ. എൻ്റെ വല്യപ്പനൊന്നും ഇതുപോലെ വെള്ളത്തുണി ഇടും, നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നായിരിക്കും. എൻ്റെ വല്യപ്പൻ ഇതുപോലെ ഒന്നും ഉടുത്തുകൊണ്ട് നടക്കാൻ ഒക്കത്തില്ല. ഇപ്പം പിന്നെ ഞാൻ അതിൻ്റെ എല്ലാം കേട് തീർത്ത് ഇഷ്ടം പോലെ വെള്ളത്തുണി. അതെന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ എല്ലാം കേട് തീർക്കുക. ഈ വെള്ളത്തുണി ഉടുക്കാൻ ഇടയാക്കിയത് സുവിശേഷം വന്നതുകൊണ്ടാണ് ആണെന്ന്. വഴി കൂടെ നടക്കാനൊക്കത്തില്ല എല്ലാവർക്കും. ഇത്ര അടി അകലം നടക്കണം. നായർ ഇത്ര അടി, ഏതാ നമ്പൂതിരിമാർ വരുമ്പോഴേ ഹോയ് ഹോയ് എന്നുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്പൂതിരി വരുമ്പോൾ നായർ ഇത്ര അടി, ഈഴവർ ഇത്ര അടി, അങ്ങനെ ഓരോ ജാതിക്കാരും പുലയര്, സാമ്പവര്, കുറവര് ഒക്കെ ഇത്ര അടി ദൂരം. അല്ലെങ്കിൽ അങ്ങനെ നടന്നില്ലേ വേറെ അടി, അതിന് വേറെ ആളുണ്ട്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പട്ടിക്കും പന്നിക്കും പൂച്ചയ്ക്കും എല്ലാം വഴിയിൽ കൂടെ നടക്കാൻ മനുഷ്യന് നടക്കാനൊക്കത്തില്ല. അപ്പോൾ മനുഷ്യനാക്കിയതും അവൻ പെരുവഴി കൂടെ നടക്കാൻ ഇടയാക്കിയതും നല്ല വസ്ത്രം ധരിക്കാൻ ഇടയാക്കിയതൊക്കെ സുവിശേഷം വന്നതുകൊണ്ടാണ്. ഇതിൻ്റെ എല്ലാം മൂല കാരണം ഈ നല്ല വാർത്ത വന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ തടയുന്നത്. ഇനി ഇത് അങ്ങനെ വിട്ടാൽ പിന്നെയും പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ്. പക്ഷേ ഇത് കേൾക്കണം, എല്ലാവരും കേൾക്കണം, നല്ല വാർത്തയാണ്. ഞാനെപ്പോഴും പറയും, പണ്ട് ആശുപത്രിയിലൊക്കെ 10, 65, 70 കൊല്ലമൊക്കെ മുമ്പ് പുറകോട്ട് പോയാൽ ആശുപത്രിയിലൊക്കെ എല്ലാവരെയും കയറ്റുകയില്ല. ഡോക്ടർമാരാണെങ്കിലും പരിശോധിക്കുന്നത് ഇച്ചിരി പണവും പിടിപ്പും കാണാനുമൊക്കെ ഇച്ചിരി ചൊവ്വും ചെമ്മാന്തരം ഉള്ളവരെയൊക്കെ പരിശോധിക്കുക, അല്ലാത്തതിനെയൊന്നും പരിശോധിക്കില്ല, അങ്ങ് മാറി നിർത്തും. മാവേലിക്കരുടെ ചരിത്രമൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. സാൽവേഷൻ ആർമിക്കാരവിടെ യോഗം തുടങ്ങിയപ്പോൾ ഉണ്ടായ സംഭവം ഇപ്പം ഞാൻ പറയുന്നില്ല, താഴെക്കരയ്ക്ക് പറ. അപ്പോൾ ആശുപത്രിയിൽ എല്ലാവരെയും കയറ്റത്തില്ല. സാധുക്കളായ അധസ്ഥിതരെന്നും അധകൃതരെന്ന് ലോകം പറയുന്ന ആൾക്കാരെ ആശുപത്രി ചെല്ലാൻ അനുവദിക്കത്തില്ല. അവരെ പ്രത്യേക മാവിൻ്റെ ചുവട്ട് നിർത്തും. എന്താ വെച്ചാൽ മറ്റേ ആൾക്കാരെയൊക്കെ നന്നായിട്ട് പരിശോധിക്കും, മറ്റുള്ളവരെ പരിശോധിക്കല്ല, ദൂരെ നിന്ന് നോക്കും. അയിത്തമാ, തൊടാനൊക്കത്തില്ല. അടുത്ത് ചെന്ന് പരിശോധിക്കണ്ടേ, കുഴൽ വെച്ചേ, അങ്ങനെയല്ലയോ പഴയത്, വാ പൊളിക്കുക, കണ്ണ് കാണിക്കുക, അങ്ങനെയൊക്കെയാ, ടോർച്ചടിച്ചൊക്കെ പഴയ രീതികളാണ്. അപ്പം അതുകൊണ്ട് സ്പർശിക്കണം, തൊടണം, അടുത്ത് ചെല്ലണം, അയുത്തമാണ്. ദൂരെ മാറ്റി നിർത്തും. പിന്നെ എല്ലാം കലക്കി വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോൾ ആരെങ്കിലും വന്ന് കമ്പൗണ്ടറോ വല്ലതും വന്ന് കുപ്പിക്കകത്ത് നിറച്ച് തള്ളക്കെല്ലാം കൊടുക്കുക, മുടുത്ത കുപ്പിയായിട്ട് അവിടെ മുതൽ തള്ളയെല്ലാം കുടിക്കുക. ചിലതൊക്കെ രക്ഷപ്പെടും. ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നെന്ന്. ഇവരുടെ പേര് പറഞ്ഞു വരുന്ന മരുന്നുകൾ മറുവിലയ്ക്ക് ഇവർ വിൽക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇതെല്ലാം കൂടെ കണ്ട് നമ്മുടെ ഒരു അച്ചായും ചിങ്ങവനത്തുള്ള സുശീലം ഭാഗവതർ പണ്ട് ഒരു പാട്ടെഴുതി. പാട്ടിൻ്റെ വരി ഇങ്ങനെ: നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാഴ്ചവർകളെ തുത്തിടുന്നു. നല്ല നല്ല മരുന്നുകൾ മെല്ലമേ കരത്തിലാക്കി ജില്ലയിലെ കാഴ്ചവർകളെ തുത്തിടുന്നു. ഒട്ടുകുപ്പായക്കാരെ കണ്ടാൽ ഒപ്പം പിടിച്ചിരുത്തി കുപ്പിയിലെ മരുന്നുകൾ കൊടുത്തിടുന്നു. സർക്കാർ ആശുപത്രികളിൽ വിധമായാൽ സാധുജനങ്ങൾ എന്തു ഗതി, ആകുലം തീർപ്പാൻ എന്തു വഴി. ബാക്കി ഭാഗം പാടിയാൽ കൊള്ളാമെന്നുണ്ട്, പാടിയ ആലോക്യം ഉണ്ടാകും. അതുകൊണ്ടാണ് സാധുക്കളെ പരിശോധിക്കത്തില്ല, അടുത്ത് നിർത്തത്തുമില്ല. അയിത്തം അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ചില പരിശോധനയുണ്ട്. അത് പുള്ളി എഴുതിയതാ, ഞാൻ എഴുതിയതല്ല, എൻ്റെ കൊങ്ങായിക്ക് പിടിക്കരുത്. ഒരു വരി വേണേ ഒരു വരി പാടാം. പരിശോധിക്കുന്ന ഇവരെ പരിശോധിക്കുകയല്ല, അടുത്ത പുള്ളി എഴുതിയ വരിക.
കെട്ടുപ്രായം തീക്കാത്തരുണിമാൾ വന്നിടുമ്പോൾ മട്ടുമാറി എഴുന്നേക്കും പരിശോധിക്കും. എത്ര മതി ബാക്കി പാടിയ പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. എല്ലാവരെയും പരിശോധിക്കത്തില്ല, ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും വഴി നടക്കാനൊക്കത്തില്ല, ആമേൻ. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും ആമേൻ വിദ്യ അഭ്യസിക്കുവാൻ അനുവദിക്കത്തില്ല. എല്ലാ നാമത്തിലും മേലായ നാമം കൈയടിച്ചു വാഴ്ത്തുനാമോ ആമേ. എല്ലാ നാമത്തിലും മേലായ കൈയടിച്ചു പാടാൻ വാഴ്ത്തുനാമോ ആമേ. എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ കൈയടിച്ചു ചേർന്നു. ഓ എല്ലാ മുഴങ്കാലും മടങ്ങിടും തിരുമുമ്പിൽ. ഓ വല്ലഭത്വമുള്ള നാമം ആമേ. ശ്രീയേശുനാമം അതിശയനാമം ആമേ. ഏഴകനിക്കിംബനാമം ആമേ. ശ്രീയേശുനാമം അതിശയനാമം ഏഴകനിക്കിംബനാമം. ഓ ഭൂതബാധിതർക്കും നരവ്യാധികർക്കും ഓ മോചനം കൊടുക്കുന്ന അമ്മേ. ഭൂതബാധിതർക്കും മോചനം കൊടുക്കുന്ന കുരുടർക്കും മൂഢർക്കും കുഷ്ഠരോഗികൾക്കുമെല്ലാം വിടുതൽ നൽകുന്ന ആമേ. കുരുടർക്കും മൂഢർക്കും കുഷ്ഠരോഗികൾക്കും വിടുതൽ നൽകുന്ന ഓ ശ്രീയേശുനാമം അതിശയനാമം ആമേ. ഏഴകനിക്കിംബനാമം ആമേ. ശ്രീയേശുനാമം അതിശയനാമം ആമേ. ഏഴകനിക്കിംബനാമം ആമേ. ശ്രീയേശുനാമം അതിശയനാമം ഏഴകനിക്കിംബനാമം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പോൾ ഒന്ന് സുവിശേഷം ഇരുട്ട് മാറ്റുന്ന മാർഗമാണ്. മനുഷ്യന്റെ അന്ധത, ദേശത്തിന്റെ അന്ധത, ജീവിതത്തിന്റെ അന്ധത മാറ്റുന്ന ഒരേ ഒരു മാർഗമാണ് സത്യസുവിശേഷം. ആ ഭാഗം വായിക്കുമ്പോൾ ഇരുട്ട് മാറി. എല്ലാ ഭാഗത്തേക്കും പോകുന്നില്ല. എടുത്ത വാക്യത്തോട് കൂട് പുലർത്തണം. 2 ഇന്ന് 25 ആയതുകൊണ്ട് ഞാൻ 1-2 കാര്യം അങ്ങ് സൂചിപ്പിക്കുക. ദൈവത്തിന്റെ മഹത്വം മരവറഞ്ഞല്ലയോ കൊടിയിടേണ്ടത്. അപ്പൊ ശ്രദ്ധിക്കുക. 1 ഇരുട്ട് മാറും. 2 അവിടെ ഒരു പദമുണ്ട്. ദൂതന്മാർ വന്ന് പറയാ ഭയപ്പെടേണ്ട. ഭയം മാറ്റുന്നതാ ക്രിസ്തുവിന്റെ ജനനം. അതുകൊണ്ടാണ് ഇത് സന്തോഷം. സകല ഭയവും മാറ്റും. മരണഭേദികളോ ചിത്തഭ്രമങ്ങളോ ആകുല ചിന്തകളോ എന്ത് പ്രശ്നമാണെങ്കിലും അത് മുഴുവൻ മാറ്റിത്തരുവാൻ ഇന്ന് രാത്രി ഭയത്തോടെ ഭാരത്തോടെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഭയം മാറ്റുന്ന ജനനമാ ക്രിസ്തുവേശുവിന്റെ തിരുജനനം. മാത്രമല്ല നാടോട്ട് പഠിക്കുമ്പോൾ ഇങ്ങനെ സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള സന്തോഷം തരുന്നതാ യേശുവിൻ്റെ ജനനം. നമ്മുടെ സന്തോഷം എങ്ങനെയാണെന്നൊന്നും വർണ്ണിക്കാനൊക്കത്തില്ല. പക്ഷെ വാക്യം പറയാം, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം. ഇതാ അതിൻ്റെ രീതി. വർണ്ണിക്കാനൊന്നും ഒക്കത്തില്ല, പക്ഷെ വാക്യം അങ്ങ് പറയാം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ പൂട്ടാറ്റാറ്റ അടിച്ചവനേക്കാളും സന്തോഷമായി രക്ഷിക്കപ്പെട്ട ദൈവവൈതലന്. അംബാനിയെ ഇവിടെ കൊണ്ടിരുത്ത് നമ്മൾ വിരിക്കുക, അംബാനിക്ക് ഇത്രയും സന്തോഷമൊന്നും വരികയല്ല. അടുത്ത മാസം വാടക കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചിന്തിച്ചിരിക്കുന്ന അമ്മയുടെ ഇരിപ്പ് കണ്ടാൽ ലോട്ടറി അടിച്ചതുപോലെ. അതായത് തന്നെ സന്തോഷം. കാരണം യേശു ഉള്ളത്തിൽ വന്നു. ഈ പാട്ടുകാരുമൊക്കെ ഒത്തിരി ബത്തപ്പാടും പ്രയാസമൊക്കെ ഉള്ളതാ, ഇല്ലയോ? ഓ, ഇരിപ്പ് കാണുമ്പോൾ എനിക്കറിയാം, എനിക്കറിയാം. എന്നാലും അത് നിങ്ങൾ ഇരിക്കുന്ന കണ്ടോ? ഈ പാസ്റ്റേഴ്സിനൊക്കെ പ്രശ്നമില്ലാഞ്ഞിട്ടാണോ? ഇല്ലേ? ഒന്നും പറയണ്ട. പക്ഷെ എന്താ ഇങ്ങനെ സന്തോഷിക്കാൻ കാര്യം? യേശു ഉള്ളത്തിൽ വന്നതാ. മദ്യമല്ല സന്തോഷം തരുന്ന, മയക്കുമരുന്നൊന്നുമല്ല, ലഹരി പദാർത്ഥവുമല്ല, ലോകത്തിൻ്റെ ദാടിമോടികളൊന്നുമല്ല. യേശു ഉള്ളത്തിൽ വന്നു. ദൈവത്തിൻ്റെ മഹത്വം. ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പിറവി സന്തോഷമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ജനനവും അവിടുത്തെ മരണവും അവിടുത്തെ ഉയർപ്പും എല്ലാം നല്ല വാർത്തയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. അങ്ങനെ പോയാൽ അവിടെ നിന്ന് ഒത്തിരി കാര്യം പറയേണ്ടതുണ്ട്. അവിടുത്തെ മരണവും നല്ല വാർത്തയാണ്. ഞാനെപ്പോഴും പറയും, നിങ്ങൾക്കും അറിയാം യേശു ക്രിസ്തുവിൻ്റെ തിരുമരണം. ഈ മരണം നല്ലതാണ്. കാരണം ഈ മരണത്തെപ്പറ്റി പറയുന്നത് പോലെ വേറെ ആരുടെയും മരണത്തെപ്പറ്റി പറയുന്നില്ല. ഒരു കുഞ്ഞുങ്ങളുടെ മഹാത്മജി മരിച്ച ദിവസം മനോരമയുടെ ഒരു പത്രത്തിൻ്റെ ഫ്രണ്ടിലെ ഒരു ചെറിയ കോളത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രപിതാവ് പേരുമൊക്കെ കാണും. ഇന്ന് മഹാത്മജിയുടെ ചരമ
ദിനം. അന്നേരം ചിലപ്പം അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഇന്ത്യക്കാർ, ബഹുമാന്യരായ പ്രിയപ്പെട്ടവർ ഫോട്ടോയുമൊക്കെ വെച്ചൊരു മാലയിട്ട് ചിലപ്പോൾ രാവിലെ മുതൽ അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യും. ഉണ്ടല്ലോ, വേണേ ഒരു പാട്ടുമൊക്കെ പാടും. ഏതാ? രഘുപതി രാഘവ. അതൊന്നും അറിയാൻ മേലെ. അത് അന്ന് മാത്രമേ ഓർക്കുകയുള്ളൂ. അമേരിക്കൻ പ്രസിഡന്റുമാർ പലരും മരിച്ച ദിവസമേ ഓർക്കുകയുള്ളൂ. ഇവിടെ മിടുക്കന്മാർ ധാരാളം മരിച്ചു. പന്നത്ത് പത്മനാഭൻ NSSന്റെ പ്രധാനപ്പെട്ടയാളെ സ്ഥാപകനാണ്. അന്നേ ദിവസം സമാധി ദിവസം ഓർക്കും. മന്നം സമാധി ഒരു അവധിയുണ്ട്. ശ്രീനാരായണ ഗുരു സമാധി അന്ന് ഓർക്കും. ഒരു യാത്രയൊക്കെ ഉണ്ട്. അയ്യങ്കാളിയുടെ ചരമദിനം സമാധി അന്ന് ഓർക്കും. വൈകുണ്ഠസ്വാമി, പണ്ഡിറ്റ് കറുപ്പൻ, സരസകവി മൂലൂര് പത്മനാഭ പണിക്കര്, EMS മരിച്ച ദിവസം, AKG മരിച്ച ദിവസം, അടുത്ത സമയത്തുണ്ടല്ലോ ഉമ്മൻചാണ്ടി മരിച്ച ദിവസം ഓർക്കും. നമ്മളെ ജനിപ്പിച്ച് അപ്പനും അമ്മയും മരിച്ച ദിവസം അത് ഓർക്കും. അത് ഓർക്കാത്ത ആൾക്കാരുണ്ട്. അനിയത്തി വിളിച്ച് പറഞ്ഞു, കൊച്ചമ്മ ഇന്ന് ആ ചായ ആന്നോ? അയ്യോ, ഞാൻ അങ്ങ് മറന്നുപോയി. ഉടനെ പറയോ, അവൾ വിളിച്ചപ്പോഴാണ് ഞാൻ. ഇപ്പം ജനിപ്പിച്ച് അപ്പൻ മരിച്ചതുപോലും മറക്കുക പലരും. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം എന്ന് ഓർക്കുക. ഇന്ന് രാത്രിയും ആ മരണം ഓർക്കുക. ഈ സ്റ്റേജേ മാത്രമല്ല, ഇതുപോലെ എത്ര സ്റ്റേജായി ഇപ്പൊ കേരളത്തില്. അവിടെ എല്ലാം ഈ മരണത്തെ ഓർക്കുക. ലോകത്തിൽ ദൈവമക്കളുള്ള സകല ഇടങ്ങളിലും, ക്രൈസ്തവരുള്ള എല്ലാ ഇടങ്ങളിലും യേശുവിന്റെ മരണം ഓർക്കുക. മാത്രമാണോ ഓരോ ഞായറാഴ്ച ആലയത്തിലോട്ട് ചെല്ലുമ്പോൾ ആ മരണത്തെ സൂചിപ്പിക്കുന്ന തിരുമേശ ഒരുക്കി വച്ചിരിക്കുക. എല്ലായിടത്തും ഇല്ല കേട്ടോ. ചിലയിടത്ത് മാസത്തിലൊന്ന്, ചിലയിടത്ത് ആണ്ടവസാനത്തിന് സ്തോത്രം, ചിലയിടത്ത് മെയിൻ പാസ്റ്റർ വന്നെങ്കിലേ ഇത് മുറിക്കുള്ളൂ. ലോക്കൽ പാസ്റ്റർ മുറിക്കത്തുമില്ല. മുറിച്ചാൽ അവനെ അന്നേരം ഒതുക്കുകയും ചെയ്യും. അതാ അതുപോട്ടെ, നമ്മുടെ വിഷയമല്ലല്ലോ. എല്ലാ ആഴ്ചയും നമ്മൾ ആലയത്തിലോട്ട് ചെല്ലുമ്പോൾ ഒരുക്കി വച്ചിരിക്കുക എന്തുവാ? തിരുമേശ. എന്തുവാ? അവിടുത്തെ കഷ്ടാനുഭവങ്ങളെയും മരണത്തെ ഓർപ്പിക്കുന്ന ശുശ്രൂഷയാണ്. എല്ലാ ദിവസവും ഇത് ഓർക്കും. ഇന്ന് രാവിലെ ഞാൻ ഓർത്തല്ലോ, നിങ്ങൾ ഓർത്തല്ലോ യേശുവിൻ്റെ മരണം. അതാ മരണത്തിൻ്റെ വിശേഷത. ഈ മരണം പ്രസംഗിക്കുന്നത് പോലെ വേറെ ആരുടെ മരണമാണ് പ്രസംഗിക്കുന്നത്? മറ്റുള്ള മഹാന്മാർ മരിച്ചാൽ അന്നേ ദിവസം ചിലപ്പോൾ അത് മരണത്തെപ്പറ്റി ഒന്നും പറയത്തില്ല. അവർ ചെയ്ത നല്ല കാര്യങ്ങളെ പറയുള്ളൂ. തന്നെയല്ല, യേശുവിൻ്റെ മരണത്തെപ്പറ്റി എല്ലാ ദിവസവും എല്ലാ സ്റ്റേജിലും പറയുക. ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. മാത്രമാണോ, നിങ്ങൾ വേദപുസ്തകം പഠിച്ചേ? ആദ്യത്തെ 4 സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ. അതിൽ 2 സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനത്തെ പറ്റി അധികം പറഞ്ഞിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷവും മർക്കോസിന്റെ സുവിശേഷത്തിൽ ജനനത്തെ പറ്റി അധികം വിസ്തരിച്ചിട്ടില്ല. എന്നാൽ 4 സുവിശേഷത്തിലും ക്രിസ്തുയേശുവിൻ്റെ മരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മത്തായി, മർക്കോസും, ലൂക്കോസും, യോഹന്നാനും എല്ലാം അവിടുത്തെ തിരുമരണത്തെ പറ്റി നന്നായിട്ട് പ്രസ്താവിച്ചു. അതെന്നാ? ഈ മരണം വിശേഷപ്പെട്ട മരണമാണ്. എന്തിനാ മരിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ. അതുകൊണ്ട് സുവിശേഷം, നല്ല വാർത്ത, സദ്വർത്തമാനം എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കേണ്ട വാർത്തയാണ്. ആ വാർത്തയാ ഈ ദിവസങ്ങളിൽ, ഇന്നലെയും ഇന്നും നാളെയും എല്ലാം ഇവിടെ മുഴങ്ങുന്നത്. ഇതെല്ലാവരും വന്ന് കേൾക്കണം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. തീത്തോസ് 2:11 വായിച്ചു. തീത്തോസ് 2:11. ഇതൊന്ന് പറഞ്ഞേച്ച് പോകാം. ഇത് പറയണമല്ലോ, ഇത് പറയാനൊക്കത്തില്ലല്ലോ. വായിച്ചേ 2:11. സകല മനുഷ്യർക്കും സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചു. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാ രക്ഷകൻ. അതിനാ സുവിശേഷം. ആരാ ഇത് കേൾക്കേണ്ടത്? 49 സങ്കീർത്തനം 1 വാക്യം, 49:1 പെട്ടെന്ന് വായിച്ചോ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾക്കണം, ഇത് കേൾക്കണം. ഇതാ കേൾക്കേണ്ടത്. ദൈവത്തിന്റെ മഹത്വം. സകല ആൾക്കാരും ഇത് കേൾക്കണം. എന്തുവാ? സുവിശേഷം. നീ ഏത് മതത്തിലോ കുലത്തിലോ കുടുംബത്തിലോ നിറത്തിലോ നിലവാരത്തിൽ പെട്ടവർക്ക് ഇതൊന്നും ഇവിടെ വിഷയമല്ല. എല്ലാവരും ഇത് കേട്ടിരിക്കണം. ഇതൊരു പ്രത്യേക വിഭാഗക്കാർ മാത്രം കേൾക്കേണ്ടതല്ല. പക്ഷെ ദുഃഖമെന്ന് പറയട്ടെ, നമ്മുടെ ആൾക്കാർ ഇത് കേൾപ്പിക്കുകയല്ല. കൺവെൻഷനൊക്കെ നടത്തിയാൽ അത്രോ മട്ടത്ത് മാത്രമോ. ഇപ്പം ഇവിടെ വന്നപ്പാട്ട മുക്കിന് കേൾക്കുന്നുണ്ട്, വലിയ സന്തോഷം. അത്രോ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നും ഒക്കത്തുമില്ല, ഒപ്പിക്കുകയില്ല. എന്നാൽ എനിക്ക് സന്തോഷം, ഈ
തിരുവനന്തപുരം സൈഡിൽ ചെന്നാൽ വലിയ സന്തോഷമാണ്. കൺവെൻഷന് ചെന്നാൽ ഒരു 2-3 കിലോമീറ്റർ ദൂരം കേൾപ്പിക്കും. നമ്മുടെ ആൾക്കാർ ഈ കോഴഞ്ചേരി, പത്തനംതിട്ട, റാന്നി, പെന്തിക്കോസുകാരൊക്കെ ഇഷ്ടംപോലെ ക്രിസ്ത്യാനികളുടെ ഈറ്റില്ല മക്കയാണ്, പക്ഷേ കേൾപ്പിക്കുകയല്ല. അതേസമയം ഞാൻ യാത്രയൊക്കെ ചെയ്യുന്നയാളാണ്, നിങ്ങളും യാത്ര ചെയ്യുന്നവരാ. നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കൂടി യാത്ര ചെയ്ത് ചില ആൾക്കാരുടെ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും എല്ലാം 2-3 കിലോമീറ്റർ കേൾക്കാം. ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അതിന് പരീക്ഷയൊന്നും വിഷയമല്ല. ഓരോ പോസ്റ്റേലും ചെറിയ ബോക്സ് വെച്ചിട്ടിരിക്കുക, അതിനകത്ത് എല്ലാം കേൾപ്പിച്ചുകൊണ്ടിരിക്കുക. ഒന്നും അറിയാമല്ല, എല്ലാം പൊട്ട് കളിച്ചിരിക്കുന്നു. ഓരോ പോസ്റ്റേലും ചെറിയ ബോക്സ് വെച്ചിരിക്കുക. 2-2.5-3 കിലോമീറ്റർ നമ്മൾ വണ്ടിയെ പോകുമ്പോഴും കേൾക്കാം. ആർക്കും പ്രശ്നവുമില്ല. നമ്മളെ സാങ്ഷൻ ചെല്ലുമ്പോൾ അവർ പറയും പരീക്ഷ നടക്കുകയാണ്, പിന്നെ അവിടെ എന്നാ കത്തിക്കുത്താന്നോ? അവർക്ക് വിഷയമില്ല. എവിടാന്നൊന്നും എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ട, നിങ്ങൾക്കറിയാമല്ലോ. അല്ല, നമ്മുടെ ആൾക്കാരും തന്നെയല്ല ചെല്ലുമ്പം എപ്പോൾ തീരും? 9. ആ 9-ന് നിർത്തിക്കോണം നമ്മളോട്. മറ്റേത് 11:30 വെച്ച് അലറുക. ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ആൾക്കാർ ഉടനെ 8:45 ബൈബിളിൻ്റെ സിപ്പ് ഇട്ട് കാണിക്കും. ഇന്നെങ്ങാനും കാണിച്ചാ ഞാൻ കേൾപ്പിക്കുകയല്ലെന്നിത്. ഇത് കേൾക്കേണ്ടതല്ലേ? ഞാൻ കണ്ട് ഒത്തിരി പേരെ കണ്ട് ബൈബിളിൻ്റെ സിപ്പ് ഇട്ട് നിർത്താനാ. മൂക്കരിക്കുന്ന കണ്ണട ഉടനെ മടക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നോക്കുക. മിനിഞ്ഞാന്നൊരു ഉപദേശി ഈ കസേര മുന്നോട്ട് വന്ന് ഞാൻ പറഞ്ഞ് പുറകോട്ടിരിക്കുമ്പോൾ നിർത്തുകയല്ലെന്ന് പറഞ്ഞ് പുള്ളി മുന്നോട്ട് വന്ന് നിർത്താൻ വേണ്ടിയാ. ഇവിടെ അനിയൻ കുഞ്ഞു ഭാഷ എന്നോട് പറഞ്ഞ് അച്ചാൻ ഇച്ചിരി സമയം എടുത്തോളാൻ പറഞ്ഞു, 9:30 വരെ പോട്ടെന്ന് പറഞ്ഞു. ഇത്രയും വേണ്ട. അദ്ദേഹം വളരെ മാന്യമായിട്ട് പറഞ്ഞു. ഇത് കേൾക്കേണ്ട കാര്യമാണ്. അതന്നെ, ഇത് കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. മറ്റുള്ളവന്റെ പെടലി വെട്ടിക്കൊണ്ട് പാന്ന് പറയുന്ന മാർഗമല്ലിത്. അവരനെ കുത്തിക്കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന മാർഗമല്ലിത്. ഈ മാർഗം അവൻ സമാധാനത്തിൻ്റെതാ. എല്ലാവരും കേൾക്കണം. സകല മനുഷ്യനും രക്ഷ തരുന്ന മാർഗമായി പറയുന്നത് ഇത്. ജാതിമതഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസം കൂടാതെ സകല ആൾക്കാർ കേൾക്കേണ്ടതാണ് സുവിശേഷം. യോഗ്യമേ ഇതു നമുക്കതിഭാഗ്യമേ, രക്ഷിതാവിന്റെ വാക്യമേ, സ്വർലോകരോടൈക്യമേ, യേശുരാജന്റെ സുവിശേഷ കൊടി കോട്ടത്തോടുയർത്തി എണ്ണം വേഗം ജയിക്കുമേ. സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കും, അതു വേണ്ട സന്തോഷമേ. ഇടിക്കണം, ജാതി ഭേദങ്ങൾ മുടിക്കണം, സ്നേഹത്തിൻ കൊടി പിടിക്കണം, രക്ഷയിൻ കൊടി കോട്ടത്തോടുയർത്തിയിടണം. വേഗം ജയിക്കുമേ, സുവിശേഷം ലോകം ജയിക്കുമേ, പേയുടെ ശക്തികൾ നശിക്കുമേ. സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ, തല കുനിക്കുമേ, അത് വേണ്ട സന്തോഷമേ. അപ്പൊ ശ്രദ്ധിക്കുക, എല്ലാവരും കേൾക്കേണ്ട മാർഗമാണ് സുവിശേഷം. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കേണ്ടത്? എല്ലാവരും ഇത് കേൾക്കണം. കേട്ടാലുള്ള ഗുണം എന്നാ? എല്ലാം വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. ഇങ്ങനെ വാക്യങ്ങൾ ഇങ്ങനെ പ്രകാശിച്ചു വരുന്നത് കൊണ്ടാണ്. കേട്ടാലുള്ള ഗുണം ഒന്ന്, മാനസാന്തരപ്പെടും. യോഹന്നാൻ സ്നാപകനെ പറ്റി വാക്യം എഴുതിയിരിക്കുന്നത് മറ്റു പലതും പറഞ്ഞവൻ ജനത്തോട് സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷം കേട്ടപ്പോൾ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ടപ്പോൾ ചോദിച്ചു, ഞങ്ങൾ എന്തോ ചെയ്യണം? പട്ടാളക്കാരോട് പറഞ്ഞ് ആരെയും പിടിച്ചു പറിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യരുത്. സ്തോത്രം. ചുങ്കക്കാരോട് പറഞ്ഞ് ന്യായമല്ലാത്തോന്ന് നിന്റെ. ഇതൊക്കെ ആ സുവിശേഷത്തിനകത്ത്. ചേട്ടനും അനിയനും പെങ്ങൾക്കും ഒക്കെ കൊടുക്കാനുള്ളത് കൊടുത്തോണം. ചൊളിവിലെ തട്ടിപ്പൊന്നും ഉണ്ടാക്കിയേക്കരുത്. അവർ അമേരിക്കയില പേർഷ്യയില ഇനി ഇങ്ങോട്ട് വരത്തില്ല. എന്നാൽ പിന്നെ നമ്മുടെ ആധാരം നമ്മുടെ പേരിൽ കള്ളയാധാരം ഉണ്ടാക്കിയ ഒത്തിരി എണ്ണത്തിന് എനിക്കും അറിയാം. ഇപ്പോൾ ഒന്നും അറിയാൻ മേല. അപ്പം ചാകാറായി കിടന്നപ്പോൾ പമ്മി അടുത്ത് എന്ന് വെച്ചാൽ തള്ളവരിൽ വെച്ച് ഒരമക്ക് ഇച്ചിരി കുറുക്കും. അപ്പനൊരു കുറുക്കും ഒരമക്കും. എന്ന് വെച്ചാൽ ഇതെല്ലാം കസ്റ്റഡിയിലാക്കി എത്ര ബിരുദന്മാരുണ്ട്. നീ ദൈവം നിന്നെ പിടിക്കും. ഇതൊക്കെ നീതിയോടും ന്യായത്തോടും ഇടപെട്ടോണം. ദൈവത്തിന് മഹത്വം.
മാനസാന്തരം സക്കായി മാനസാന്തരപ്പെട്ടപ്പം നടുപ്പിത്ത് തട്ടിയേച്ച് തമ്പേർ മേടിച്ച് അടിക്കാന്നല്ല പറഞ്ഞ്. ആണോ? ഓ, ആരോടെങ്കിലും ചതിവായിട്ട് വല്ലതും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതാ മാനസാന്തരം. അല്ലാതെ കർത്താവ് ഇച്ചിരി ചതിവൊക്കെ ചെയ്തിട്ടുണ്ട്, ഇച്ചിരി കാശുണ്ട്, നമുക്കൊരു ക്രൂസൈഡ് ബ്ലസ് പത്തനംതിട്ട, അങ്ങനെയൊന്നുമല്ല. അത് 4 ഇരട്ടി തിരിച്ചു കൊടുക്കുകയാണ്. അതാ മാനസാന്തരം. ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ സുവിശേഷം കേട്ടാൽ മാനസാന്തരം ഉണ്ടാകും. 2, സുവിശേഷം കേട്ടാൽ നമുക്കറിയാമല്ലോ, കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് ഇവിടെ കാത്തിരിക്കണം. എല്ലാവരും കൂടെ കാത്തിരുന്നു. 2-ാം അധ്യായ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞ സമയത്ത് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നു ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. ആത്മാവ് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ 18 ഭാഷക്കാർ പറഞ്ഞു, ഇവരെല്ലാം അടിച്ചേച്ചിരിക്കുകയാണ്. ക്രിസ്തുമസ് അല്ലേ, അടിച്ചേച്ച് ഇരിക്കുകയാണ്. അങ്ങനെ അടിക്കുന്നവരുണ്ട് ക്രിസ്തുമസിന്. ഇത് അടിച്ചതൊന്നുമല്ല. പിന്നെ എന്നാ, നിങ്ങൾ ഉദ്ദേശിക്കും പോലെ പുതുവീഞ്ഞൊന്നും കുടിച്ചതല്ല. ഇത് യോവേൽ പ്രവാചകൻ പറഞ്ഞ പ്രവചനം നടന്നതാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി പത്രോച്ചൻ പീറ്റർ എഴുന്നേറ്റ് സുവിശേഷം പറഞ്ഞു. നന്നായിട്ട് സുവിശേഷം പറഞ്ഞു. ആ സുവിശേഷം നന്നായിട്ട് പറഞ്ഞപ്പോൾ 3000 പേര് സ്നാനപ്പെട്ടു. അപ്പൊ ശരിക്കും സുവിശേഷം പറഞ്ഞാൽ 1 മാനസാന്തരം നടക്കണം, 2 സ്നാനവും നടക്കണം. അല്ല നേരെ നിൽക്കുന്ന തങ്കെ തള്ളി തടയിട്ട് വെച്ച് നീ കാറേ കയറി പോകുന്നതല്ല സുവിശേഷം. ഒന്നും മനസ്സിലാകുന്നില്ല. പെണ്ണുങ്ങളുടെ കമ്മലും മാലയെല്ലാം സ്വോത്രകാഴ്ച പാത്രത്തിട്ടേച്ച് നീയും പെമ്പളയും കൂടെ കാറേ കയറിപ്പോയി. അത് കൊള്ളാം, നിനക്ക് നെക്ലേസ് കൊള്ളാടി മേരി, അവൾക്ക് കൊള്ളാന്ന്. നിങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. പിന്നെ പിടികിട്ടും, പുറകാലേ കിട്ടിക്കോളും. അതല്ല സുവിശേഷം. ശരിയായി സുവിശേഷം അറിയിച്ചാൽ അവൻ സ്തോത്രം മാനസാന്തരപ്പെട്ട് സ്നാനപ്പെടും. അന്ന് 3000 പേര് സ്നാനപ്പെട്ട് അവൻ സഭയോട് ചേർന്നു. ദൈവത്തിന് മഹത്വം. 3, സുവിശേഷം കേട്ടാൽ അതൂടെ പറയണമല്ലോ. ശരിക്കും സുവിശേഷം കേട്ടാൽ ഈ പീറ്ററിന് ഒരിക്കലും ഒരു ദർശനം ദൈവം കാണിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക. തുപ്പട്ടി ഇറങ്ങി വരുന്നു. പണ്ടൊരാൾ വായിച്ചു, തീപ്പെട്ടി ഇറങ്ങി വരുന്നത്. തീപ്പെട്ടിയല്ല, ഇപ്പം പെട്ടെന്ന് നന്നായിട്ട് വായിക്കാൻ പറ്റും. തേപ്പോട്ടിയും തീപ്പെട്ടിയല്ല, തുപ്പട്ടി. അപ്പോൾ തുപ്പട്ടിയെ കാണിച്ചു, ദൈവം കാണിച്ചു കൊടുത്തു. അപ്പറേ ഒരുത്തനുണ്ട് കൊർന്നല്യോസ്, പുള്ളിക്ക് ഒരു ദർശനം ഉണ്ടായി. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, കൊർന്നല്യോസെ, ധർമ്മവും പ്രാർത്ഥനയല്ല ഇനി എത്തി, നീയും കൂടി ഇങ്ങോട്ട് വരണം. പ്രാർത്ഥന ഇവിടെ വന്നു, ധർമ്മമല്ല ഇനി വന്നിട്ടുണ്ട്, നീയും കൂടി ഇങ്ങോട്ട് വരുന്നത് ആ സന്തോഷം. അതിനെന്നാ പോകുമ്പടി? അതിന് പോകുമ്പടി സുവിശേഷം കേൾക്കണം. അപ്പോൾ എന്താ പോകുമ്പടി? പീറ്ററിനെ ഇവിടെ കൊണ്ടുവരണം. പീറ്റർ ആണെങ്കിൽ ഇച്ചിരി വിക്രിയൊക്കെ ഉള്ളവനാ, എല്ലാ വീട്ടിലും ഒന്നും പോകുകയല്ല. പുള്ളിക്ക് ഇച്ചിരി ഒരു ചെറിയ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ ഇടയിലും ചില പീറ്റർമാരുണ്ട്. ചില വീട്ടിൽ പ്രാർത്ഥന വെച്ചാൽ പോകുകയല്ല, അഥവാ പോയാലും താമസിച്ച് ചെല്ലുകയാണ്, അഥവാ താമസിച്ച് ചെന്നാലും നേരത്തെ പോരും, അഥവാ അവർ കട്ടം വല്ലതും കൊടുക്കാൻ കുടിക്കാതിരിക്കാൻ കണ്ണ് കാണിച്ച് പെമ്പളയായിട്ട് കയറി പോകുന്ന ഒത്തിരി പീറ്റർമാർ ഇവിടെ ഉണ്ട്. പമ്മി ഇരിക്കുക ഉണ്ട്. പിന്നെ ഇരിപ്പ് കാണുമ്പോൾ എനിക്ക് നമ്മുടെ തിരുമണ്ടൂർ കുഞ്ചാൻ്റെ മോനല്ലയോ, ദൈവത്തിന് മഹത്വം. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ സഹോദരിയെ ഞങ്ങളുടെ അവിടെ കെട്ടിച്ചേക്കുന്നത്. കൊച്ചമ്മ മരിച്ചോ? ഉണ്ടോ? ആറ്റാങ്കലത്ത്. നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. കുഞ്ചാനെ ഞാൻ ഒത്തിരിയും പ്രാർത്ഥിച്ചിട്ടുള്ളതാണ്. എന്നോട് ദൂതുമൊക്കെ പറഞ്ഞോട്. കുഞ്ചാൻ എന്നോട് പണ്ട് പറഞ്ഞതാണ്, കൺവെൻഷൻ ചെയ്ത് പ്രസംഗിക്കുന്ന കാണുന്ന ആത്മാവിൽ. ഇപ്പോഴല്ല, 30 കൊല്ലം മുമ്പ് 8 നില നമ്മുടെ കുഞ്ഞോമാച്ചാൻ്റെ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂത് പറഞ്ഞതാണ്. അതൊക്കെ നല്ലൊരു കർത്തൃദാസനാണ്. അപ്പം ശ്രദ്ധിക്കുക, നമ്മുടെ ഇടയിലും അങ്ങനെ ചില ആൾക്കാരുണ്ട്. പീറ്ററിൻ്റെ ചില സ്വഭാവം. പീറ്റർ എല്ലായിടത്തും പോകുകയല്ല. ഇളയ തരം പോലെ വർത്താനമൊക്കെ പറയും. നല്ല മനുഷ്യനാ. ദൈവം പിന്നെ റെഡിയാക്കി എടുത്തു. അതുകൊണ്ട് ആ തുപ്പട്ടി കാണിച്ചു. ഉള്ള 4 കാലി ഇടജാതിയും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പം പറഞ്ഞു, ഇതെല്ലാം അശുദ്ധമാണ്, അറുത്ത് തിന്നാൻ പറഞ്ഞു. ഞങ്ങൾ ഇതൊന്നും തിന്നിട്ടില്ല, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീയെ ഇതെന്തിനാന്ന് വെച്ചാൽ ഉള്ള പന്നിയെല്ലാം തിന്നാനല്ല കാണിച്ചത്. ഇത് കേട്ടോണ്ട് പെന്തിക്കോസുകാർ മുഴുവൻ പോകുന്ന പന്നിയേയും പാറ്റായേയും പുഴുവിനെയും ഇന്നാളൊരുത്തൻ പറഞ്ഞു, ഞാൻ പെരുമ്പാമ്പിനത്തിന് വന്ന് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യും കേട്ടോ. എൻ്റെ കൂടെ വന്ന ഒരുത്തൻ പണ്ട് പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ കണ്ടം പൂച്ചെത്തി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. നിന്നെ ഗവൺമെൻറ് കണ്ടം പൂച്ചെത്തി. വേറെ എന്തെല്ലാം തിന്നാനുണ്ട്? കണ്ടം പൂച്ച തിന്നണം ഇല്ലേ? പന്നിയെ വേറെ എന്തെല്ലാം മാർഗമുണ്ട് തിന്നാൻ? ഇവനെല്ലാം ഉള്ള ക്രിസ്ത്യാനി മുഴുവനും പിന്നെ ഉണ്ട് എല്ലാം വിവരിക്കുന്നത്. അങ്ങ് പന്നിയേയും പുഴുവിനെയും കണ്ടം പൂച്ച പെരുമ്പാമ്പ്
എന്നിട്ട് ഇവനെല്ലാം സഭയെ വന്ന് പൊളയുക, ആരാധിക്കത്തില്ല. പെരുമ്പാമ്പിനെ നിന്ന് വെച്ച് ഇവനെല്ലാം ഇരുന്ന് പാസ്റ്ററെ കയറി അങ്ങ് ചുറ്റും. അനി ഇവൻ തിന്നതെല്ലാം പെരുമ്പാമ്പൻ. അനിയ കുഞ്ഞു പാസ്റ്റർക്ക് ഞാൻ പറയുന്ന മനസ്സിലാ, എത്ര എണ്ണം ചുറ്റിയിട്ടുണ്ട്, പേരൊന്നും പറയണ്ട. അയ്യോ ഇവനെല്ലാം പാമ്പിനെ തിന്ന് പന്നിയെ തിന്ന് എല്ലാം മേളിലോട്ട് നോക്കത്തില്ലല്ലോ, പന്നി ഇങ്ങനല്ലേ. പിന്നെ അവസാനം ഡിസംബർ 24 ഇവനെ കമ്പയെ കെട്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ മേളിലോട്ട് അന്നേരം ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ ഇന്ന് ആ പുള്ളി ഇതെല്ലാം കാണുന്നേ. എത്ര മനോഹരമായിരിക്കുന്നു ചന്ദ്രബിംബം. ഇത്രയും കൊല്ലം ജീവിച്ചിട്ട് ഇവൻ ഇന്ന് വരെ ചന്ദ്രനെ കണ്ടിട്ടില്ല. പന്നിയെ തിന്നാൽ ഇങ്ങനെയൊക്കെയാ. അപ്പൊ പത്രോസിന് ഈ തുപ്പട്ടി കാണിച്ചു കൊടുത്തത് ഇതെല്ലാം കൂടെ അറുത്ത് വെട്ടിയറിഞ്ഞ് തിന്നാനല്ല. നമ്മൾ കൊള്ളുകേലെന്ന് പറയുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. നീ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോകണം. എന്തിനേറെ ആ ദർശനത്തിന്റെ വെളിച്ചത്തെ അവിടെ ചെന്നു ശുശ്രൂഷിച്ചു. അപ്പൊ കൊർന്നല്യോസ് പറഞ്ഞു, അയ്യോ വന്നത് ഉപകാരമായി, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട്. പത്രോസ് സുവിശേഷം പറഞ്ഞു. അങ്ങനെ സുവിശേഷം പറഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു. 44-ാം വാക്യം വായിച്ചേ സഹോദരിമാരെ. 44 ഏത് 44 നിങ്ങൾ എടുത്ത് വായിച്ചു. ഈ വാക്കുകൾ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ പരിശുദ്ധാത്മാവ് വന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കും. ചിലക്ക് പരിശുദ്ധാത്മാവ് വന്ന് മിണ്ടുകയില്ല, മുറങ്ങലിക്കുകയില്ല. പണ്ട് നമ്മുടെ വെളിയനാട്ട് സഭയിലെ കുന്നുപറമ്പിലെ യോഗം നടന്നുകൊണ്ടിരിക്കുമ്പം എല്ലാവരും ആത്മാവിൽ നൃത്തം ചെയ്യുക, കുഞ്ഞോനച്ചാൻ മാത്രം. അപ്പൊ കൊച്ചമ്മ ഇടയ്ക്കിടയ്ക്ക് രായ്മ കൊച്ചമ്മ നോക്കുന്നുണ്ട്. പുള്ളി കണ്ണടച്ചു നിൽക്കും. എല്ലാവരും നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക. പുള്ളി അല്പം രസികനാ. തിരിച്ച് ഞങ്ങളെല്ലാം വീട്ടിൽ വന്നപ്പം പുള്ളിക്കാരി ചോദിച്ചു, എൻ്റെ വാപ്പ എല്ലാവരും ആത്മാവിൽ നൃത്തം ചെയ്ത് നിങ്ങൾ മാത്രം ഇങ്ങനെ. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പന്തികേടാണ്. പുള്ളി വലിയ കൂർമ്മബുദ്ധിക്കാരനാണ്. ഉടനെ പുള്ളി പറഞ്ഞു, എൻ്റെ രാജമ്മേ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്ത ശക്തി വന്നിട്ട് എനിക്ക് അനങ്ങാൻ പാടില്ലെന്ന് പറഞ്ഞു. എനിക്ക് അനങ്ങാൻ പോലും വയ്യ. തന്നെയല്ല എന്തെങ്കിലും പറയാൻ നോക്കിയിട്ട് അതും ഒക്കുന്നില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നും എങ്ങനെയുണ്ട്? വീണടം വിദ്യയാക്കി അല്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ടും അങ്ങനെയാ തോന്നുന്നത്. ഈ അത്യന്ത ശക്തി വിട്ട് അനങ്ങാൻ ഒക്കുന്നില്ല, ഒന്നും പറയാനും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ അവിടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ സുവിശേഷം അറിയിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ എന്തോ സംഭവിച്ചു? അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും ദൈവത്തെ മഹത്വീകരിക്കുകയും കേൾക്കാനുണ്ട്, കാണാനുണ്ട്, പറയാനുണ്ട്. അഭിഷേകം പ്രാപിച്ചാൽ കേൾക്കാനുണ്ട്, കാണാനുണ്ട്, പറയാനുണ്ട്. സുവിശേഷം കേട്ടാൽ അഭിഷേകം പ്രാപിക്കും. 1 സുവിശേഷം കേട്ടാൽ മാനസാന്തരം. 2 സുവിശേഷം കേട്ടാൽ സ്നാനം. 3 സുവിശേഷം കേട്ടാൽ അഭിഷേകം. അതാ സുവിശേഷം. ആട്ടെ, ഞാൻ സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യം അവിടെയൊക്കെ നിന്ന് അങ്ങ് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ചിലർ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നുമുണ്ട്, അതുകൊണ്ട് എനിക്കും സന്തോഷമുണ്ട്. ദൈവത്തിന് മഹത്വം. നമ്മളെടുത്ത വാക്യത്തോടൊന്ന് കൂറ് പുലർത്തണമല്ലോ. അപ്പോൾ യെശയ്യാ പ്രവാചകനെ പറയുന്നത് സുവിശേഷ പ്രവാചകൻ എന്നാണ്. ഇനി ഒരു കാര്യം പറയാം. യെശയ്യാവിൻ്റെ ഒരു രീതി, പ്രധാനപ്പെട്ട 4 വമ്പൻ രാജാക്കന്മാരുടെ കാലത്താ പുള്ളിയുടെ ശുശ്രൂഷ. വായിച്ച 1:1. ആമോസിന്റെ മകനായ യെശയ്യാവ്, യഹൂദ രാജാവായ ഉസ്യാവ്, യോഥാം, ആഹാസ്, യെഹസ്ക്യാവ് ഇവരുടെ കാലത്താണ് യെശയ്യാവിന്റെ ശുശ്രൂഷ. ആമോസിന്റെ മകനാകുന്ന യെശയ്യാവ് രാജകുടുംബത്തിൽപ്പെട്ടയാളാ. പുള്ളി ഒരു പ്രവാചകനാ. നമുക്കറിയാം പുള്ളിയുടെ ഭാര്യ പ്രവാചകയ. വലിയ അനുഗ്രഹമാണ്. ഭാര്യയും ഭർത്താവും കൂടെ പ്രവചിച്ച് ശുശ്രൂഷിക്കുന്നത് വലിയ അനുഗ്രഹം. 2 പേരും സുവിശേഷവേല, അത് വലിയ അനുഗ്രഹമാണ്. സ്തോത്രം. 2 പേരും പ്രവചന ശുശ്രൂഷ, 2 പേരും കർത്താവിൻ്റെ വേല. ഭർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് ഭാര്യ ഒരു വലിയ കൈത്താങ്ങല. 2 പേരും പ്രവചിക്കുക. കൈത്താങ്ങലില്ലാത്തതും ചിലതുണ്ട്. ഭർത്താവ് സഭയിൽ ആരോടെങ്കിലും പറഞ്ഞ് എന്നെ അവരെ കണ്ടപ്പോൾ ഇത്ര മോളിയോട് തന്നെ അവിടെ നിന്ന് അതൊക്കെ പറഞ്ഞ്. സംശയ രോഗികൾ ഒത്തിരി ഉണ്ട്, എന്നാൽ അതിനകത്ത് കഴമ്പില്ലാതെ 2 വശവും ഉണ്ട്. അതവിടെ നിൽക്കട്ടെ.
എന്തായാലും കൊള്ളാം, ഇവര് വളരെ തക്ക തുണയാ, ശുശ്രൂഷയ്ക്ക് വളരെ അനുഗ്രഹമാണ്. ദൈവത്തിന് മഹത്വം. 2 പിള്ളേരുണ്ട്, രണ്ടാം പിള്ളേർ 7-ന്റെ 3-ഉം 8-ന്റെ 3-ഉം വായിച്ചേ, പെട്ടെന്ന് വായിച്ചു, സമയം പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ യഹോവ യെശയ്യാവോട് അരുളിച്ചെയ്തതെന്നാൽ, നീയും നിന്റെ മകൻ ശെയാർ-യാശൂബും. ഒരു പയ്യന്റെ പേരാ. 8-ന്റെ 3. ഞാൻ പ്രവാചകയുടെ അടുക്കൽ ചെന്നു, അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. യഹോവ എന്നോട്, അവന് മഹേർ ശലാൽ ഹശ്ബസ് എന്ന് പേർ വിളിക്കാം. മഹേർ ശലാൽ ഹശ്ബസ്. 2 ആൺപിള്ളേരുണ്ടായി. ദൈവത്തിന് മഹത്വം. അപ്പോൾ 2 ആൺപിള്ളേര്, സഹോദരി പ്രവാചകി. അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ യെശയ്യാവിന്റെ കുടുംബം. മാത്രമല്ല ഇദ്ദേഹം രാജകുടുംബത്തിൽപ്പെട്ടയാളാ. ഈ അമസ്യാവും ഉസിയാവും ഒക്കെ ഇവരെ ഫസ്റ്റ് കസിനും ബന്ധുക്കാരുമൊക്കെയാ. അപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ആളാ യെശയ്യാവ്. ഇദ്ദേഹം ശുശ്രൂഷാകാലം ഉസിയാവ്, യോഥാം, ആഗാസ്, ഹിസ്കിയാവ് അല്ലെങ്കിൽ എഗസ്കിയാവ്, ഇവരുടെ 4 രാജാക്കന്മാരുടെ കാലത്തായി ശുശ്രൂഷിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. 4 എന്നല്ല, ഒത്ത പുള്ളിക്കാരാ. ചില സഭയിലൊക്കെ 3-ഉം 4-ഉം വില്ലന്മാരുണ്ട്. അവരുടെ കാലത്തൊക്കെ അവിടെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അയ്യോ, അനുഭവിച്ചായിരിക്കുന്നതൊക്കെ ആണെന്ന്. അതല്ലേ ചെല്ലി ചോദിക്കുന്നത്, എവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്? ഞാൻ ഇന്നെടുത്തിരുന്നു. അവിടെ ഇരുന്നതാണോ? അവിടെ ഇരുന്നതാ. എങ്ങനെ ഇരുന്നു? അവിടെ അല്ലയോ ആമൻ ഇന്നയാള്? പുള്ളി അവിടെ എങ്ങനെ ഇരുന്നു? പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തവരെ ഒന്നും പുള്ളി ഇരുത്തുകയല്ല. എന്നാ അതൊക്കെ ഞാനങ്ങ് ഇരുന്നു. ഒന്നെങ്കിൽ പുള്ളിയായിട്ട് യോജിക്കണം, അല്ലേ ദൈവകൃപയെ ശരണപ്പെടാം. ഇത് രണ്ടെങ്കിലും നോക്കുള്ളൂ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ കെട്ടിയ 4 എണ്ണത്തിന്റെ കാലത്താ ശുശ്രൂഷ. ഉസിയാവ്, യോഥാം, ആഗാസ്, ഹിസ്കിയാവ്. യോവന്മാര് 4 എണ്ണവും വില്ലന്മാരാ. പണ്ടൊരുത്തൻ നടന്നു പോയപ്പോൾ ചോദിച്ചു, അച്ഛാ അവൻ ഞങ്ങളുടെ സഭയിലെ ആളാ. ആന്നോ? അതെ. അയ്യോ, അവൻ കാട്ടാനയ്ക്ക് ലാടപടിച്ചവനാണ്. കാട്ടാനയ്ക്ക് ലാടപടിക്കുന്ന വലിയ കുതിരയും കാളയും ലാടപടിക്കുന്ന 4 കാലും. ഇവൻ അരിക്കൊമ്പനെ ഒറ്റയ്ക്ക് ലാടപടിക്കുന്ന അരിക്കൊമ്പനെ. അവനെ വെച്ചോണ്ടാണ് നമ്മൾ ഞായറാഴ്ച യഹോവ എൻ്റെ ഇടയനാകുന്നത്, എനിക്ക് അരിക്കൊമ്പനെയും വെച്ചോണ്ട. ഒന്നും ഞാൻ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഈ 4 വമ്പൻ രാജാക്കന്മാരാ. ഉസിയാവ്, യോഥാം, ആഗാസ്, ഹിസ്കിയാവ്. ആരാ ഉസിയാവ്? ഒറ്റ വാക്കിൽ പറഞ്ഞു വിടാം. ഉസിയാവ് അവൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കിയവനാ. വായിച്ചേ, 26-ന്റെ 16 ആദ്യം വായിര്. ഏത് 26 അറിയാമല്ലോ. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ന്റെ 16 ആദ്യം വായിര്. വായിക്കേ. ഉസിയാവിന് പടയാളികളുടെ ഒരു സൈന്യം. 26-ന്റെ 16 ആണോ? എന്നാൽ അവൻ ബാലനായപ്പോൾ. ബാലനല്ല കൊച്ചേ, ബലവാന്. ബാലനൊക്കെ ചത്തു, പെരുമ്പാവൂരായിരുന്നു. ഇത് വായിര്. എന്നാൽ അവൻ പേടിക്കും ഒന്നും വേണ്ട, തെറ്റിച്ചാ ഞാൻ അറിയാവുന്നതാന്ന് ഞാൻ തിരുത്തിക്കോളാം. എന്നാലും നിങ്ങൾ 3 പേരും ധൈര്യത്തോടെ മുമ്പോട്ട് വന്ന് വായിച്ചതിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പം മറ്റേ സഹോദരിമാർ ഇതാ ഞങ്ങൾ മുന്നോട്ട് പോകാഞ്ഞ്, അയാളുടെ തൊഴിലിതാന്നല്ല, തെറ്റിയപ്പോൾ വന്ന് തിരുത്തിയെന്നേ ഉള്ളു. വായിച്ചോ, ഒരു കുഴപ്പമില്ല. ദൈവത്തിനും നിങ്ങൾ വായിര്. കാരണം നിങ്ങൾക്ക് അനുഗ്രഹം ഇന്നുണ്ട്. വെളിപ്പാട് 1-3 വായിച്ചേ ചെയ്ത് വായിക്കാൻ നേരം നിങ്ങൾക്കൊരു ധൈര്യമാകട്ടെ. വെളിപ്പാട് 1-3 പെട്ടെന്ന് വായിച്ചു. വായിക്കുന്ന നിങ്ങൾക്ക് ഒരു ബലം വരണ്ടായോ? വെളിപ്പാട് 1-3. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. അപ്പൊ നിങ്ങൾക്ക് 3 പേർക്കും ഇന്ന് ഭാഗ്യമുണ്ട്. വായിച്ച് കേൾപ്പിക്കുക. അതാ നിങ്ങൾക്ക് 3 ഭാഗ്യമാ. 5 കൊറോണ എഴുന്നേറ്റായിരുന്നല്ലോ. ഇവർക്ക് ഇന്ന് ഭാഗ്യം ഇരിക്കട്ടെ. നാളെ നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ അങ്ങ് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇനിയും വായിച്ചേ 16-ാം വാക്യം. എന്നാൽ അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിന് നിഗളിച്ചു. അടുത്തത്, അവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. അപ്പൊ ഇത് ഉസിയാവിനെ പറ്റി പറയുക. ഇവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിന് നിഗളിച്ചു. ഏറ്റവും വലിയ പാപമാ നിഗളം. 7-ാം കൽപ്പന ലംഘിച്ച ദാവീദിനോട് പോലും ദൈവം ക്ഷമിച്ചു. പക്ഷെ നിഗളിച്ച പിശാചിനോട് ഒരു ദാക്ഷിണ്യവും ഇല്ലായിരുന്നു. വെട്ടി ഇവനെ താഴെ ഇടുക. അതുകൊണ്ട് നിഗളിക്കരുത്. നിഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്ന താഴ്മയുള്ളവർക്കോ ദൈവം തന്റെ കൃപ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്.
നിഗളിച്ചിട്ട് പിശാചിന് വന്ന കണിയിലും അകപ്പെട്ടു പോകരുത്. അപ്പോൾ ഇവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. പിന്നെ ഇവൻ തന്റെ ദൈവമായ യഹോവയോട് കുറ്റം ചെയ്തു. ചുരുക്കി പറഞ്ഞ ഇവൻ ധൂപപീഠത്തിന്മേൽ ചെന്ന് ധൂപം കാട്ടാൻ ഒരുങ്ങി. അപ്പൊ പുരോഹിതൻ പറഞ്ഞു, ഉസിയാവേ, ഇത് പുരോഹിതന്മാരുടെ ശുശ്രൂഷയാ, നീ ചെയ്യരുത്. ഉണ്ണയും പറഞ്ഞത്, പാസ്റ്റർ അല്ല തീരുമാനിക്കുന്നത്, ഈ സഭയിൽ ആരെ ഇരുത്തണം, എത്ര നാൾ ഇരിക്കണം, എങ്ങനെ ശുശ്രൂഷ ചെയ്ത് ഞാനാ ചിന്തിക്കുന്നത്, ഞാനായത് പണിതത്. എങ്ങനെയുണ്ട്? ഞാനായത് എൻ്റെ ഗ്രാൻഡ് ഫാദർ ആകുന്നതിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എന്ന് പറഞ്ഞാൽ 500-ന്റെ മോട്ടറല്ലേ, ഇഞ്ചൻ സ്റ്റാർട്ടിങ്. ഞാനാ തീരുമാനം. എനിക്ക് പദവിയില്ലേ, പൊസിഷൻ ഇല്ലേ, കാശില്ലേ, പടയാളിയില്ലേ, പിന്നെ എനിക്കെന്നാ? അപ്പം പുരോഹിതൻ പറഞ്ഞു, അങ്ങനല്ല, ഇത് ശുശ്രൂഷയാ, ഇത് പുരോഹിതന്മാര് ശുശ്രൂഷിക്കണം. ഓക്കുകയല്ല. തർക്കമായി ബഹളമായി ഇവനകത്ത് കയറി പ്രശ്നമാക്കി. 19 വായിച്ചേ, 19 എല്ലാം വായിക്കാൻ നേരമില്ല. 19 ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കെ എന്ന് പറഞ്ഞ ഒറ്റ വാക്യം പറഞ്ഞ പള്ളിക്കകത്ത് വെച്ച് വഴക്കുണ്ടാക്കി. അവന്റെ കാലത്തായ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നേ. പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നവൻ ഉള്ള സഭയിൽ ശുശ്രൂഷിക്കുന്നത് എന്ത് ബുദ്ധിമുട്ടാണ് ഇല്ലേ? നമ്മൾ ഞായറാഴ്ച വരുമ്പോൾ അവൻ നിൽക്കുക, കൊടുവാളുമായിട്ട് മുണ്ടും മടക്കി കുത്തി ഷർട്ടും തെറുത്ത് വെച്ച് നിൽക്കുക. രണ്ടിലൊന്നറിയാതെ ഇന്ന് തുടങ്ങിക്കുകയല്ലെന്ന്. നീ ഇരിക്കുന്ന സഭയിൽ ഏതേലും പൂഞ്ഞാൻ വരുവോ? അന്ന് വെച്ച് പെമ്പളെ നീ കൂടെ പ്രാർത്ഥിക്കുക, അപ്പായിരങ്ങൾ നശിക്കുന്നു. അതിന് നിനക്കെന്നാ? ഉമാപാട്ടി മോങ്ങും പോലെ മോങ്ങിയായിട്ടൊന്നും കാര്യമില്ല. എന്നാ കുഞ്ഞുമാൻക്ക് സങ്കടം ഉള്ള കാര്യമായി പറയുന്നത്. ഇപ്പം പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നവനാ ഉസിയാവ്. ധൂപകലശം കൈ പിടിച്ചോണ്ടാ, ബൈബിളും കൈ പിടിച്ചോണ്ട് കക്ഷത്തി വെച്ചോണ്ട്. പിന്നെ ചിലര് മര്യാദക്കാരാ, പെമ്പളയുടെ കൊണ്ട് നീ ഇതുമായിട്ട് അങ്ങോട്ട് പോകും, ഞാൻ 2 കാര്യം പറഞ്ഞേച്ച്. അവന് ഇച്ചിരിയുടെ മര്യാദയുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു എന്നോട്, ബഹളോടെ ഞാൻ ബൈബിൾ എടുത്ത് എറിഞ്ഞാൽ ഒറ്റ ഏറ്. പുള്ളി നോക്കിയിട്ട് വേറെ കനമുള്ളതൊന്നും കിട്ടുന്നില്ല. അതാ നടന്ന കാര്യം. എവിടാന്നൊന്നും ഇപ്പൊ ചോദിക്കരുത്. ഭാഷയും വേറെയാ, അതിപ്പോ പറയാനൊന്നും ഒക്കത്തില്ല. ഭാഷയും വേറെയാ. അവസാനം പുള്ളി പോയത് എങ്ങനെയാന്നിപ്പം വിസ്തരിക്കാൻ ഒക്കത്തില്ല. നീ ഇത് കളിക്കുന്ന സൂക്ഷിച്ച് വേണം. സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കരുത്, സഭയ്ക്കകത്ത് നീ പ്രശ്നമുണ്ടാക്കരുത്, സഭയ്ക്കകത്ത് നീ കിടന്ന് ഉടക്കുണ്ടാക്കരുത്. സഭായോഗം നടക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം, ആയുധത്തിന്റെ ശബ്ദം ഇതിനകത്ത് കേൾക്കരുത്. വെട്ടുകുടി വെച്ച് തന്നെ കുറവ് തീർത്ത കല്ലുകൊണ്ട് വേണം ഇത് പണിതുകൊണ്ടിരിക്കാൻ. ഇതിനകത്ത് വേറെ ശബ്ദം, ഈർച്ചവാളിന്റെ ശബ്ദം. അങ്ങനെ ആയിരിക്കും ഈർച്ചവാളിന്റെ ശബ്ദം. പ്രാർത്ഥിച്ചു സഭായം തുടങ്ങിയാൽ ആശീർവാദം വരെ ആ നടത്തിപ്പിലായിരിക്കണം. അല്ല അതിനിടയ്ക്ക് കിന്നാരം പറയാനും എഴുന്നേറ്റ് നിന്ന് ഡയലോഗ് അടിക്കാനും സാക്ഷ്യത്തിനൊരു കുത്തുകുത്താനും മറ്റവരുടനെ അവനെ കൊള്ളിച്ചൊരു പാട്ട് പാടും. ഇതൊന്നുമല്ല ആരാധന. ആരോട് പറയാനാ? ഇപ്പൊ നിങ്ങൾ ചൊല്ലി പറഞ്ഞ ഇതാ ഇയാളെ വിളിക്കാത്തെന്ന്. എന്നെ വിളിച്ചാൽ ഇങ്ങനെയൊക്കെ ഒക്കുള്ളൂ. നിന്നെ കനപ്പിക്കുന്നവരുണ്ടെ അവരെ വിളിച്ചോ. എനിക്ക് അവിടെ ചെന്ന് കണക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറയുന്നേ. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു കാര്യം പറയാ, പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നവനാ ഉസിയാവ്. അവന്റെ കാലത്തായി യെശയ്യാവ് പ്രസംഗിച്ചത്, ശുശ്രൂഷിച്ചത്. എന്ത് ബുദ്ധിമുട്ടാ. എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു, ബാബുക്കുട്ടി പറഞ്ഞു, അനീഷേ ശനിയാഴ്ച ആകുമ്പോ ഇതിലെ ഒരു തീയാ. ഞാൻ ചോദിച്ചു ആത്മാവിലാന്ന്. ഓ അല്ല, ഞായറാഴ്ച ആകുമ്പോ എന്തോ കോടാലി ഒപ്പിച്ചോണ്ടായി അവനല്ല. പുള്ളി ഒരു ഭാഷ പറഞ്ഞു, അതൊന്നും പൊതുവെ പറയാനൊക്കത്തില്ല. എന്നോട് പറഞ്ഞത് കൊണ്ടാ പറയാത്ത. ഞാൻ കുഞ്ഞു ഭാഷയോട് പറഞ്ഞിട്ടുണ്ട് എന്നാന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ വലിയ ബുദ്ധിമുട്ടാണ് അവരുടെ കാലത്ത് ശുശ്രൂഷിക്കുന്നത്. അപ്പൊ ഇവൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നവനാ ഉസിയാവ്. ഒരുത്തനെ അവനൊരു മകനുണ്ടായിരുന്നു യോധ. വായിച്ച 27:1. യോഥാം വാഴ്ച തുടങ്ങിയപ്പോൾ ഈ വിത്തല്ലയോ എങ്ങനെ ആകും? വാഴ്ച തുടങ്ങിയപ്പോൾ 25 വയസ്സായിരുന്നു. അടുത്തത് അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്ന് പേര്, അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അടുത്ത വാക്യം, അവൻ തന്റെ അപ്പനായ ഉസ്യാവ് ചെയ്തതുപോലെയൊക്കെ കുറച്ച് കാര്യമൊക്കെ ഗുണമുള്ളത് ചെയ്തു. അടുത്ത വാക്യം, എങ്കിലും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തുവെങ്കിലും അവൻ കൺവെൻഷന് പന്തല് നാട്ടുകയും ലൈറ്റ് കെട്ടുകയും വയർ വലിക്കുകയും സാമ്പാർ ഉണ്ടാക്കുകയും കസാര കിടുകയൊക്കെ ചെയ്യും. എങ്കിലും യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല, പള്ളിയിലോട്ട് വരിക. പോസ്റ്റർ ഒട്ടിക്കാനൊക്കെ പോകും, തട്ടുദോശയെ അടിക്കും. ഓംലേറ്റോ അത് വായിക്കോട്ടെ.
ഇനിയിപ്പം അത് പറഞ്ഞൊരു ആലോക്യം ഉണ്ടാക്കരുത്. ഇതിനെല്ലാം ഇവൻ മിടുക്കനാ. പക്ഷെ ഇവൻ പള്ളിക്കകത്ത്, അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി മോൻ പള്ളിയിലോട്ട്. അല്ല, അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, തന്ത ആദ്യം ശരിയാകണ്ടേ. എടാ, നീ ദൈവാലയത്തിൽ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ നിന്റെ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറുകയല്ല. എന്നിട്ട് ഇപ്പൊ പറയാ പിള്ളേർക്ക് താല്പര്യമില്ല. എങ്ങനെ താല്പര്യം ഉണ്ടാകും? സഭായോഗം കഴിഞ്ഞും വീട്ടിൽ വന്ന് തീന്മേശയുടെ ചുറ്റി വരുന്ന മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞാൽ പിള്ളേരിത് കേൾക്കുകയല്ലയോ? അല്ലയോ? അന്നത്തെ സഭായോഗത്തെ പറ്റി ആ ചർച്ച. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, മറ്റവരത് പറഞ്ഞു. ഇത് പിള്ളേര് കേൾക്കുക എന്ന്. ഞാൻ നല്ല പ്രാഗൽഭ്യത്തോടൊരു കാര്യം പറയാം. നല്ല പ്രാഗൽഭ്യമുണ്ട് എനിക്ക്. ഇന്ന് വരെ ആമൻ ഞങ്ങളുടെ വീട്ടിലെ ഞാൻ മറ്റുള്ളവരുടെ കാര്യം ഞാൻ പോയി കഴിയുമ്പോൾ വല്ലോ പറയുന്നൊന്നും എനിക്കറിയത്തില്ല. ഓരോരുത്തരുടെയും കുറ്റം പറയാൻ അനുവദിക്കുകയില്ല. പറയത്തില്ല. ഞാനിരിക്കുക ആരിലും പറഞ്ഞാൽ അനുവദിക്കത്തുമില്ല. സ്തോത്രം. അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കി. യോദാ മകനാ പള്ളി കയറുകയല്ല. അപ്പൊ ഇവരുടെ കാലത്താ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. പള്ളി വന്നില്ല, എന്ത് സങ്കടമാണ് നമുക്ക്. ഞങ്ങൾ ഉപദേശിമാര് സഭായത്തിന് വരുമ്പോൾ ഇങ്ങനെ നോക്കും, എല്ലാവരും വന്നിട്ടുണ്ടോന്ന്. ചിലരെ കണ്ടില്ലേ, വലിയ ദുഃഖമാണ് ഇല്ലേ? അതെ, വിശേഷിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, ആത്മാവി നിറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ അന്ന് വന്നില്ലെങ്കിൽ വലിയ മനപ്രയാസമാണ്. ഒരു പാട്ടെടുത്തിടുമ്പം കയറി ഏറ്റെടുത്ത് പാടുന്നവരൊക്കെ വന്നില്ലേ, എന്നാ സങ്കടമാണെന്നറിയാമോ? ഞങ്ങൾക്ക് അങ്ങനെ, എനിക്കങ്ങനെ, ഇവർക്കുമൊക്കെ അങ്ങനെ. അതെ, നമ്മളിങ്ങനെ നോക്കും, യോ വന്നില്ലല്ലോ എന്നാ വരാത്ത. അവിടെ നിന്ന് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ഇങ്ങനെ ചിന്താഭാരമാണ്. യോഗം കഴിഞ്ഞാൽ ഉടനെ അവരെ വിളിക്കുക, എന്നെ എന്തോ പറ്റി? വലിയ മനോഭാരമാണ് പള്ളി വന്നില്ലെങ്കിൽ. ദൈവത്തിന് മഹത്വം. അപ്പൊ യോനാ പള്ളിക്കകത്ത് കയറുകയല്ല, വലിയ ദുഃഖമാണ് ഇവന്റെ കാലത്ത്. ഇനി അവനൊരു മകനുണ്ടായിരുന്നു, അവന്റെ പേരാണ് ആകാശ്. 28-24 വായിര്. ആഹാസ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ തുടച്ചെന്നല്ലോ, ഉടച്ച് തുടക്കിയായിരുന്നേ ഗുണം വന്നേനെ. ചുക്കിലി മാറാലയൊക്കെ പൊടിയൊക്കെ തുടയ്ക്കുന്നതാ നല്ലത്. ഇവ തുടക്കിയല്ല, അങ്ങ് ഉടക്കുക. വായിര്. യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ് പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ പള്ളി കയറുകയല്ല. കൊച്ചുമോൻ നല്ല ഫാമിലി. ഇവര് പറയാ ഞങ്ങൾ ഇവിടുത്തെ മെയിൻ ഫാമിലിയാണ്. ഏതാ? പള്ളി വഴക്കുണ്ടാക്കുന്നവനും പള്ളി കയറാത്തവനും പള്ളി പൂട്ടിയവനും. തീർന്നില്ല, ഇനിയും തരാം. ഇവനൊരു മകനുണ്ടായിരുന്നു, ഹിസ്കിയാവ് അല്ലെങ്കിൽ യഹസ്കിയാവ്. അവനെന്തുവാ ചെയ്തത്? വായിച്ചേ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-14 മുതൽ വായിച്ചേ. അപ്പോൾ യഹൂദ രാജാവായ ഹിസ്കിയാവ്, ഈ ആകാശിന്റെ മകൻ ഹിസ്കിയാവ് ലാഖീഷിൽ അശ്ശൂർ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. അങ്ങോട്ട് ആളയച്ചേ. ഞാൻ കുറ്റം ചെയ്തു, എന്നെ വിട്ട് മടങ്ങി പോകണം. നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാമെന്ന് പറയിച്ചു. അശ്ശൂർ രാജാവ് യഹൂദ രാജാവായ ഹിസ്കിയാവിന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് പൊന്നും പിഴ കൽപ്പിച്ചു. അശ്ശൂർ രാജാവ് പിഴ കൽപ്പിച്ചെന്ന് സംബന്ധം കൂടാൻ പോയതാ. യോജിപ്പ്, എക്യൂമിനീസം. ഒരു ഇംഗ്ലീഷ് കൂടി ഇരിക്കട്ടെ നീ ഏറ്റവും കുഞ്ഞു പാസ്റ്റ്. എക്യൂമിനീസം, നമ്മളെല്ലാം ഒന്നാന്ന്. പുള്ളി ഉടനെ 300 പിഴ. അടുത്ത് വായിക്കും. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. എങ്ങനുണ്ട്? മറ്റവൻ പിഴ ഇട്ടപ്പം കോടതി കേസാ. പിഴ ഇട്ടപ്പം ഇവനെ പിഴ കൊടുത്തു സ്വോത്രകാഴ്ച പാത്രത്തിൽ നിന്ന്. വക്കീല് കുഞ്ഞുഞ്ഞിനും അഡ്വക്കേറ്റ് സാങ്കുട്ടിക്കും ഒന്നും മനസ്സിലാകുന്നില്ലല്ലയോ? പിഴ കൊടുത്തു. അടുത്തതൂടെ വായിരുക, ചൊവ്വനെ കേൾക്കട്ടെല്ലാരും. ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടിളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്ന് പറിച്ചെടുത്ത് അശ്ശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്ങനുണ്ട്? നിങ്ങൾ ഓർഡർ ചിന്തിക്കണം. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ പള്ളിയിലോട്ട് കയറുന്നില്ല. കൊച്ചുമോൻ പള്ളി പൂട്ടി. കൊച്ചുമോന്റെ മകൻ പള്ളിയിലെല്ലാം വെച്ചിരുന്നത് പറിച്ചെടുത്ത് കൊടുക്കുകയും ചെയ്തു. നല്ല ഫാമിലി.
തീർന്നില്ല, ഇനിയും തരാം. അയ്യോ, പുള്ളിക്ക് ഒരു മകനെ, അയ്യോ അവന്റെ പേര് തന്നെ ഏതാ, ഹിസ്കിയാവിനൊരു മോനുണ്ടായിരുന്നു, എന്തുവാ, മനേഷെ. ഒരു നല്ല സുഖമല്ല പേര്. 21 വായിച്ചേ, 21:1. മനശ്ശെ വാഴ്ച തുടങ്ങിയപ്പോൾ, മനേഷെ നല്ല വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. ഒത്തിരി പ്രായം, 12. അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. നന്നായിട്ട് അങ്ങ് വാണു. നന്നായിട്ട് വാണു. എല്ലാം വിവരിക്കാൻ നേരമില്ല. വാണത് എങ്ങനെയാണെന്നറിയാമോ? ഇനി അതിന്റെ 21:7 വാക്യം വായിച്ചേ. ഈ ആലയത്തിലും യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്ന് താൻ തിരഞ്ഞെടുത്തുന്ന യെരൂശലേമിലും ഞാൻ ഒരു പമ്മല് എന്റെ ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. എങ്ങനുണ്ട്? ഇവൻ പള്ളിക്കകത്ത് കൊണ്ടുവന്ന് അശേരെ പ്രതിഷ്ഠിച്ചു. 5 തലമുറയുടെ കാര്യമാ പറഞ്ഞത്. 1-ാം തലമുറ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, 2-ാം തലമുറ പള്ളി കയറത്തില്ല, 3-ാം തലമുറ പള്ളി പൂട്ടി, 4-ാം തലമുറ പള്ളിയിലിരുന്നതെല്ലാം പറിച്ചെടുത്ത് ശത്രുവിന് കൊടുത്തു, 5-ാം തലമുറ പള്ളിക്കകത്ത് അശേരയെ കൊണ്ട് പ്രതിഷ്ഠിച്ചു. അല്ല, ആത്മീക ലോകത്തും ഇതൊക്കെ ഇപ്പൊ നടക്കുന്നത്. ഇപ്പൊ കൺവെൻഷൻ ആയതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല, ഞാൻ അങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയുള്ളവരുടെ കാലത്താ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ഉസിയാവും യോദാമും ആകാശും ഹിസ്കിയാവും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നു. ഞാനൊരു കാര്യം പറയാം, ഇങ്ങനെയുള്ളവരുടെ കാലത്ത് ശുശ്രൂഷിക്കാൻ എങ്ങനെ ശുശ്രൂഷിച്ചു, അല്ലെങ്കിൽ ശുശ്രൂഷ ഏതാണ്ട് 50 കൊല്ലത്തോളം യെശയ്യാവ് ശുശ്രൂഷ ചെയ്തു. ഈ 50 കൊല്ലം ഈ കെടികെട്ടിയവന്മാരുടെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിക്കാൻ കാരണം എന്നാണെന്നറിയാമോ? ഒറ്റ വാക്കി പറയാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, യെശയ്യാവ് യേശു ക്രിസ്തുവിനെ കണ്ടു. അതുകൊണ്ടാ യേശു ക്രിസ്തുവിനെ യെശയ്യാവ് കണ്ട. ഒരു വാക്യം വായിച്ചോ തെളിവിന്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 40 മുതൽ വായിച്ചേ. 40 മുതൽ വായിര്. അവൻ കണ്ണുകൊണ്ട് കാണുകയോ, അതായത് യെശയ്യാ പ്രവചനത്തിൽ ഒരു വാക്യം കോട്ട് ചെയ്ത് പറയുകയാ യോഹന്നാൻ. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താൻ അവരെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് അടുത്തത് അവരുടെ കണ്ണവൻ കുരുടാക്കി. അടുത്തത് ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് അവന്റെ തേജസ് കണ്ടു. മതി. ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, യെശയ്യാവ് ഈ വമ്പൻ രാജാക്കന്മാരുടെ കാലത്ത് പള്ളി പൂട്ടുന്നവനും പള്ളിക്കകത്ത് കയറാത്തവനും പള്ളിയുടെ സാധനം വിൽക്കുന്നവനും പള്ളിക്കകത്ത് ബഹളം ഉണ്ടാക്കുന്നവന്റെ എല്ലാം കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിക്കാൻ കാര്യം ഒറ്റ വാക്കി പറയാ, യെശയ്യാവ് യേശു ക്രിസ്തുവിനെ കണ്ടു. ഇന്ന് രാത്രി ഈ പന്തലിൽ വന്ന സകല ആൾക്കാർ യേശുവിനെ കണ്ടേച്ചു പോകണം. യേശു ക്രിസ്തുവിനെ കാണണം. കാണാൻ കൊള്ളാവുന്നവനാ യേശുവിനെ കണ്ടിട്ട് ആർക്കും 5-ാം പനി വന്നില്ല. യേശുവിനെ കണ്ടപ്പോ പനി പോവുക ചെയ്തത്. ആരേലും പറഞ്ഞു കേട്ടുണ്ടോ? എൻ്റെ കൊച്ചമ്മയെ ഞാൻ മിനിഞ്ഞാന്ന് ഒറ്റയ്ക്ക് പോയപ്പം യേശുവിനെ കണ്ട് പനിച്ചു. എന്നാ വേറെ ചിലരെയൊക്കെ കണ്ടാ മിക്കവാറും പനി പിടിക്കാൻ. പിന്നെ എന്നാൽ യേശുവിനെ കണ്ട് ഇന്ന് വരെ ആർക്കും പനി പിടിച്ചിട്ടില്ല. യേശു പനിയുള്ള തള്ളടരൊക്കെ ചെന്ന് പനി ശാസിച്ചപ്പം പനി വിട്ടുമാറിയെന്നാ. ദൈവത്തിന് മഹത്വം. അതാ യേശുവിന്റെ മഹത്വം. അതെന്നെ കാണാൻ കൊള്ളാവുന്നവനാ യേശു. അതിനാ 1 തല, 2 കയ്യ്, 2 കാല്, 1 മൂക്ക്, ഇതൊക്കെ അതിന്റെ യോഗ്യത ഇല്ലയോ? വായിര് 5-10, ഉത്തമഗീതം 5-10. അലങ്കാര ഭാഷയിൽ ഉപമകൾ ഉപമാനവും ഉപമയത്വമായിട്ടാ കൊടുത്തിരിക്കുന്നത്. വായിച്ചു 5-10. എന്റെ പ്രിയൻ അവരെല്ലാം പെണ്ണുങ്ങളെല്ലാം കൂടെ ചോദിച്ചു, നീ ആരെ പറ്റി അടി പറയുന്നത്? അവൾ പറഞ്ഞു, എന്നെ രക്ഷിച്ചു എൻ്റെ പ്രാണപ്രിയന്. എന്തോ അടി വിശേഷത? അയ്യോ, എൻ്റെ കൊച്ചമ്മ മുഴുവൻ വിശേഷതയാ.
അപ്പൊ ചോദിച്ചു എന്തൊക്കെയാ? എന്താരാ പറഞ്ഞ? എന്റെ പ്രിയനോ വെണ്മയും ചുവപ്പുമുള്ളവൻ 10,000 പേരിൽ അതിശ്രേഷ്ഠൻ തന്നെ. പിന്നെ അവന്റെ ശിരസ് അതിവിശേഷമായ തങ്കം. ശിരസുകളെന്നല്ല, ശിരസെന്ന. ശിരസ് എന്തിനാ ഒത്തിരി തല? നല്ല തലയാന്നേ ഒന്ന് മതി, പോരെ? വായിരേ. അവന്റെ കുറുനിരകൾ ചുരുണ്ടും. നല്ല. പിന്നെ വായിച്ചോ. കാക്കയെ പോലെ കറുത്തുമിരിക്കുന്നു. അല്ലാതെ ഇത് മുരിങ്ങക്കോല് പരുവത്തിന് കിടക്കുകയല്ല. അവന്റെ കണ്ണു നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ. അക്കരിങ്കാക്കയെ നോക്ക്, അതിൽ എന്നേശുവിൻ മുടിയുണ്ട്. കാക്കയെ പോലെ കറുത്ത്. അക്കരിങ്കാക്കയെ നോക്ക്, അതിൽ എന്നേശുവിൻ മുടിയുണ്ട്. നല്ലോരിൽ സുന്ദരി നിന്റെ പ്രിയനെന്തു വിശേഷതയുള്ളൂ. അപ്പൊ ശ്രദ്ധിക്കുക, യേശുക്രിസ്തുവിന്റെ അംഗപ്രത്യംഗ വർണ്ണന 5:10 മുതൽ ഇതുപോലെ സേട്ടനും യോഗ്യനും ഉന്നതനും മഹിമയുള്ള മഹത്വമുള്ള വേറൊരുത്തൻ ഇല്ല. TKS പാടിയ പാട്ടറിയാമല്ലോ, അവനൊപ്പം പറയാൻ ഒരാളുമില്ല, അവനെ പോലെ ആരാധ്യൻ ദൈവത്തിന് മഹത്വം. വേറൊരു പാട്ടും TKS ഇവിടെ എലന്തൂര് TKS എന്തോ നല്ല പാട്ടുകളാ. ദൈവത്തിന് മഹത്വം. ഉന്നതദേവ നന്ദനൻ ഉലകിൽ ഇതുപോലെ ശ്രേഷ്ഠൻ വേറെ ആരുമില്ല. കലുഷത ലേശം കാണുന്നില്ല. ഇതുപോലെ ശ്രേഷ്ഠനായ ഒരുവൻ ഉലകത്തിൽ വന്നിട്ടില്ല, വരുത്തുമില്ല. യേശുക്രിസ്തുവിനോട് തുലനപ്പെടുത്താൻ ആരുമില്ല. കർത്താവിനോട് ചിലര് എല്ലാവരുടെയും കൂടെ യേശുവിനെയും എടുത്ത് വെച്ചിരിക്കുക. അങ്ങനൊന്നും വെക്കരുത്. എല്ലാവരുടെയും കൂടെ ഉള്ള ആളല്ല യേശു. അവിടത്തേക്ക് തുല്യൻ ആരുമില്ല. സമനായിട്ടും എനിക്ക് ഒത്തിരി കാര്യം പറഞ്ഞ എങ്ങനെയൊക്കെ അവനോട് തുല്യൻ. വാക്യങ്ങൾ എടുപ്പിക്കാൻ നേരമില്ല. ഇതുപോലെ ക്ഷമിക്കുന്ന വേറൊരാളില്ല. ഇതുപോലെ ക്ഷമിക്കുന്ന വേറെ എന്തെല്ലാം കൊന്തറാക്കൊള്ളി ഒപ്പിച്ചായി വന്ന് കുത്തിയിരിക്കുന്നേ. എന്നിട്ടും ഇന്ന് രാത്രി ഇരുന്ന് ശ്വാസം വിടുകയല്ലയോ, എടുക്കുകയും വിടുകയല്ലയോ? ഒന്നും അറിയാൻ മേല ഇല്ലേ? ഇതുപോലെ ക്ഷമിക്കുന്ന വേറെ ആരുണ്ട്? ദൈവത്തിന് മഹത്വം. ഇതുപോലെ സ്നേഹമുള്ള വേറെ ആരുണ്ട്? ഇല്ലേ? ആരുണ്ട് വേറെ? ഭർത്താവിന് ഇത്രയും സ്നേഹമുണ്ടോ? ഭാര്യയ്ക്ക് ഇത്രയും സ്നേഹമുണ്ടോ? പിള്ളേരൊക്കെ അമ്മയിരിക്കുന്നത് കണ്ണടയാനാ, വസ്തു വിറ്റേച്ച് അവർ പോകാനിരിക്കുക. നീ ഓർക്ക് തന്നെ കൊച്ചുങ്ങൾക്ക് നിന്നോട് വലിയ ഡാഡി, പിന്നെ ഡാഡി ദാടി. നീ ഊർത്ത ശ്വാസം വലിക്കുമ്പോഴേ കൊച്ചുങ്ങൾ വെണ്ടർ കുഞ്ഞുഞ്ഞിനെ വിളിക്കും. കുട്ടി നിങ്ങളവർക്കെല്ലാം നല്ല താല്പര്യം ഉണ്ടെന്നും പറഞ്ഞിരിക്കുകയാണ്. അല്ല, ചേലായി. ഇതുപോലെ സ്നേഹിക്കുന്ന വേറെ ആരുണ്ട്? അഴമരായ്വതിൻ അരറിവോ ആയിരം നാവുണ്ടെന്നാലും ഞാനിതു ചൊൽപ്പതിനാവോ ഏതുമൊരം ചെപ്പുരച്ചിടുവാൻ പരിതിലാർക്കെണ്ണുതോ ഏതും ഒരം ചെപ്പുരച്ചിടുവാൻ പരിതിലാർക്കെണ്ണുതോ സ്നേഹമിതാൽചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വഴിഞ്ഞോടാ ഉന്നതനെ സ്തുതി ചെയ്യുവാൻ
ഓ അതിശയ ശോണിതാലേ ഞാനെന്നും പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ. ശോണിതാലേ ഞാനെന്നും. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തേ. ഞാൻ ഇപ്പോൾ 9 എന്തോ ചെയ്യുന്നു. ഞാൻ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം പോലും ആയില്ല. മുന്നോട്ട് പോട്ടൊന്നും. ആട്ടെ, എന്തുവാ നിങ്ങളുടെ അഭിപ്രായം പറ. പോട്ടെ. എന്നാ ഇച്ചിരൂടെ എടുക്കാമെന്നോ? എന്നാ KT വർഗീസ് മാസ്റ്റർ 2 കൈവാ കാണിക്കുന്നത് പൊക്കോട്ടെന്ന്. ആട്ടെ, കാരണം പിന്നെ പറയരുത് അയാളുടെ തൊഴിൽ അങ്ങനെ അയാൾ നേരത്തും കാലത്തും ഒന്നും നിർത്തുന്നവനല്ല എന്ന് പറയരുത്. അതിനായി ചോദിക്കുന്നത് പ്രതിപക്ഷ ബഹുമാനം വേണം, അതിനായി ചോദിക്കുന്നു. അപ്പൊ ശ്രദ്ധിക്കുക, ചില കാര്യം കൂടെ പറയാം. ഈ യേശു ക്രിസ്തുവിനെ യെശയ്യാവ് കണ്ടു, അവിടുത്തെ തേജസ് കണ്ടു. ഇന്ന് രാത്രി കാണേണ്ടത് യേശുവിനെയാണ്. അനീഷ് കാവാലത്തെ കാണാനല്ല വരേണ്ടത്, KT വർഗീസിനെ കാണാനല്ല വരേണ്ടത്, അനിയൻ കുഞ്ഞു പാസ്റ്ററെ കാണാനല്ല വരേണ്ടത്, പാട്ടുകാരെ കാണാനല്ല വരേണ്ടത്, വീഡിയോകാരെ കാണാനും അല്ല. വീഡിയോയിൽ ഒത്തിട്ടുണ്ടോ? അയ്യോ, അതൊന്നിനുമല്ല. നീ കാണേണ്ടത് യേശുവിനെയാ. അതെന്നാ കാണാൻ കൊള്ളാവുന്നവനാ. ആ മുഖത്തോട്ട് നോക്കി ആ കണ്ണ് പറിക്കുകയല്ലോ, അത്ര പ്രഭയല്ലയോ. അതല്ലേ പള്ളിയിരുന്ന എല്ലാവരുടെയും കണ്ണ് അത്രയ്ക്ക് നല്ല പ്രഭാപൂരമായിട്ട് നിൽക്കുക. അല്ലാതെ നിന്നെ കൊള്ളുവെന്നും പറഞ്ഞ് നിൽക്കുകയല്ല. ഇപ്പൊ കണ്ടിക്കുന്ന തന്നെയാണ്. മുഖത്തോട്ട് നോക്കുമ്പോ തന്നെ എന്തോ ഒരു പ്രഭയാ. പേരിശ്ശേരിലെ മത്തായിച്ചൻ ആ മുഖത്തോട്ട് നോക്കിയേച്ച് ഒരു വരി എഴുതി. എനിക്ക് പാട്ടങ്ങ് വരിക, പാടിക്കോട്ടെ. ഈ പറയാനൊക്കാത്തതൊക്കെ ഈ പാടി വിടുന്നത്. അപ്പൊ മുഖത്തോട്ട് നോക്കിയേച്ച് മത്തായിച്ചൻ, പേരിശ്ശേരി മത്തായിച്ചൻ എഴുതി, കോട്ടി സൂര്യ പ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. കോട്ടി സൂര്യപ്രഭയേറും രാജരാജ നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. നിന്റെ കൂടെ വരും ഞങ്ങളെ കൺപാർക്കദേവാ. അപ്പൊ ശ്രദ്ധിക്കുക, ചെങ്ങന്നൂര് പേരിശ്ശേരിലെ മത്തായിച്ചനെ ആ മുഖത്തോട്ട് നോക്കിയപ്പോ കാണുക കോടി സൂര്യപ്രഭ. അന്നേരം എലന്തൂരിലെ ഷൗമേൽ സാറ് TKS പുള്ളി അവിടെ ഇരുന്ന് നോക്കി. പുള്ളി അവിടെ നിന്ന് നോക്കിയപ്പം ഉന്നത ദൈവാനന്ദനുലകിൽ വന്നിതു കന്യാജാതനായി ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അന്നവതാരം നിസ്തുലം. ഇന്നോളം ഒരാൾ വന്നില്ലിതുപോൽ അന്നവതാരം. എന്തോരത്ഭുത പുരുഷൻ ക്രിസ്തു തന്റെ മഹിമാനിസ്തുലം. എന്തോരത്ഭുത പുരുഷൻ. അതെ, 1-2 കാര്യം പറയാം. പാട്ടുകാരെയൊക്കെ മറക്കാൻ ഒക്കത്തില്ലല്ലോ. അന്നേരം ആറന്മുളയിലെ കുന്നുംപുറത്തിരുന്ന സൈമൺ, മിസ്റ്റർ സൈമൺ, KV സൈമൺ, പുള്ളി ഉടനെ അവിടെ നിന്ന് എഴുതുക, നിൻമുഖത്തു നിന്നു തൂകും നന്മധു പൂരത്തിലമ്പൈ മുങ്ങിലേയുന്നു ദിവ്യ ജ്ഞാനികൾ. നിന്റെ നന്മൊഴി കടി കണയുവതിനൊരു നവ്യമയസയൻസുനിൽ ലഘു സമ്മതിക്കും നഗ്നരല്ല പ്രാണികൾ. അപ്പോൾ സാറ് നോക്കിയപ്പോൾ ആ മുഖത്ത് നിന്ന് തേനെ ഇറ്റിറ്റ് വീഴുന്നു. എന്തോ വരികളാ. സ്തോത്രം. അന്നേരം കരിയമ്പളാവിലിരുന്ന് CS എഴുതി, എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല.
നിങ്ങളെല്ലാം പറയോ ഇന്ന് പാട്ടായിരുന്നെന്ന് പറയും. ഇപ്പം തന്നെ പറഞ്ഞു, ഇപ്പം തന്നെ പറയുക, ഓ പാട്ടാ. സ്വർഗത്തിൽ ചെന്നാലും പാട്ടേ ഉള്ളൂ, പ്രസംഗം ഒന്നുമില്ല. ആട്ടെ, ഈ പാട്ടെല്ലാം കർത്താവിനെ പറ്റിയാ. അല്ല ഞാൻ പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ നല്ല പാടിയത് ആണോ? കർത്താവിനെ പറ്റിയായി പാടുന്നത്. നമ്മുടെ തൊഴിൽ അതാണല്ലോ, പാട്ടും പ്രസംഗവും ഒക്കെ അല്ലേ തൊഴിൽ, വേറെ എന്നാ തൊഴിലാ? ദൈവത്തിന് മഹത്വം. അപ്പൊ ഇന്ന് രാത്രി അവിടുത്തെ കണ്ടേച്ചേ ഇവിടുന്ന് പോകാവൂ. നീ ഒന്നും കണ്ടില്ലെങ്കിൽ നിന്റെ കണ്ണടയുന്നതിന് മുൻപ് യേശുവിനെ കണ്ടോണം. 50 വർഷം ഈ പ്രഗത്ഭന്മാരുടെ, മിടുക്കന്മാരുടെ, ഈ ഒടക്കന്മാരുടെ, വഴക്കാളികളുടെ ഇടയിൽ യെശയ്യാവ് ശുശ്രൂഷിക്കാൻ കാരണം മറ്റൊന്നല്ല. അവൻ കായബലം കൊണ്ടല്ല, അവൻ സമുദായ ബലം കൊണ്ടുമല്ല, പൊളിറ്റിക്കൽ ബലം കൊണ്ടും ഒന്നുമല്ല, യേശുവിനെ കണ്ടതുകൊണ്ടാണ്. കർത്താവിനെ കണ്ടു. ആ കണ്ടത് എങ്ങനെ? 1-2 വാക്യം വായിച്ചോ, പെട്ടെന്ന് തെളിയിക്കാം. കണ്ടത് 6:1 വായിര്. 6:1. ഇനി ഒന്ന് മൈക്കിൽ കൂടെ വായിപ്പിച്ചോട്ടെ. ആട്ടെ. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത്. അപ്പൊ ഉസിയാവ് മരിച്ച ആണ്ടിൽ കണക്കാ. ഈ ഉസിയാവ് മരിച്ചെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ശുശ്രൂഷയുടെ കാലക്കണക്ക് തെളിയിക്കാൻ എഴുതിയിരിക്കുന്നതാ. പക്ഷെ ഞങ്ങളൊക്കെ ബൈബിൾ സ്കൂളിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊക്കെ ഇറങ്ങുമ്പോൾ ആദ്യം പ്രസംഗിക്കുന്ന ഈ വാക്യം ഉസിയാവ്. ബൈബിൾ സ്കൂളിൽ നിന്നൊക്കെ ഞങ്ങളെ ഈ 2 പേരെ വിടുമ്പോൾ ഇതുപോലത്തെ സീനിയർ പാസ്റ്റർമാർ പറയും ബൈബിൾ സ്കൂളിൽ നിന്ന് 2 പിള്ളേർ വന്നിട്ടുണ്ട്, അതിലാരാന്ന് വെച്ചാൽ ഒരാൾ മുമ്പോട്ട് വന്ന് അല്പസമയം, അന്നേരം മിക്കപ്പോഴും ഈ വാക്യമായ യെശയ്യാവ് 6 എന്നിട്ട് പറയും നിന്റെ ജീവിതത്തിൻ്റെ ഉസിയാവ് മരിക്കണം. ഈ പാവം പിടിച്ച അമ്മമാർ ഗ്ലോറി, അപ്പോൾ ഞങ്ങൾ ഓർക്ക് കേൾക്കുന്നുണ്ടെന്ന്. അമ്മ ഇതൊന്നും അറിയാൻ അങ്ങ് പറയുന്നത്. അതെല്ലാം ഗുണമായി കേട്ടോ. പക്ഷെ ഇവിടെ ഉസിയാവ് മരിച്ചെന്ന് പറഞ്ഞ കാലക്കണക്ക് തെളിയിക്കാനാ. ഉസിയാവ് മരിച്ച കൊല്ലമാണ് പുള്ളി ഉയർന്നും പൊങ്ങിയും സിംഹാസനത്തിൽ കർത്താവിരിക്കുന്ന കണ്ടത്. അത് രാജാക്കന്മാരുടെ മരണത്തെ പറ്റിയൊക്കെ സൂചിപ്പിക്കും. വേറൊരു വാക്യം വായിച്ചേ, 14:28. അവിടെ ഒരു മരിച്ച കാര്യം പറയുന്നുണ്ടല്ലോ. 14:28 വായിച്ചേ. ആകാശ രാജാവ് മരിച്ച ആണ്ടിൽ. അപ്പൊ അവിടെ മരിച്ച ആണ്ടാന്നല്ലോ പറയുന്നത്. അപ്പൊ 6 മാത്രമല്ല, 6-ാം അധ്യായത്തിൽ ഉസിയാവ് മരിച്ചു. 14:28 ആകാശം മരിച്ചു. അത് കാലക്കണക്ക് തെളിയിക്കുക. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഉസിയ രാജാവ് മരിച്ചയാണ്ട്. ഉസിയാവ് എന്ന് പറഞ്ഞ ഇവര് ബന്ധുക്കാരാ. അപ്പൊ തന്നെ ഉസിയാവ് ഭരിക്കുന്ന ആളാ. യെശയ്യാവ് പ്രവാചകനും കുടുംബക്കാരാ. ഇവര് കുടുംബക്കാരാ. അങ്ങനെ ഇരിക്കുമ്പോ ഉസിയാവ് മരിച്ചപ്പോൾ യെശയ്യാവിന് വലിയ മനോവേദന. കാരണം ഉസിയാവ് ഈ വടക്കൊക്കെ ഉണ്ടാക്കുന്നെങ്കിലും പുള്ളിയുടെ ഭരണം നല്ലതായിരുന്നു. അയാളുടെ ഭരണത്തിൻ്റെ ഒത്തിരി ഉണ്ട് വിശേഷത. ഒരു വിശേഷത പുള്ളി ഈ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് നന്നായിട്ട് കൈകാര്യം ചെയ്യുമായിരുന്നു. ആരാ? ഉസിയാവ്. അഗ്രികൾച്ചർ ഉണ്ടെങ്കിലേ കൾച്ചർ ഉണ്ടാകുള്ളൂ, ഇല്ലേ? അഗ്രികൾച്ചർ എന്ന് നശിച്ചോ അന്ന് മുഴുവൻ ഒരെണ്ണത്തിനും കൾച്ചർ ഇല്ലെന്ന്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അഗ്രികൾച്ചറിൽ നിന്നായി കൾച്ചർ വന്ന ഭാഷ പഠിച്ചിട്ടുള്ളവരോട് ചോദ്യം. അതെന്നാ പറയാം മനസ്സിലാക്കി തരാം. പണ്ട് കാലത്ത് നമ്മുടെ പിതാക്കന്മാര് കൃഷിവലന്മാരാ, കൃഷിയൊക്കെ ചെയ്യുന്നവരാ. ചേന, കാച്ചില്, കപ്പ ഒക്കെ അതൊക്കെ വിളവാകുമ്പോൾ കാലമാകുമ്പോൾ പറിച്ചെടുത്ത് വെളുപ്പിനെ തലേ കൊട്ടയെ ചുമ്മിക്കൊണ്ട ചന്തയിലോട്ട് പോകുന്ന ഏതാ? ഓമല്ലൂർ ചന്തയ്ക്ക്. അപ്പം ഈ അപ്പച്ചൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, വെട്ടിപ്പുറത്ത് നിന്ന് ഇറങ്ങുമ്പോൾ മറ്റേ അപ്പച്ചൻ മുണ്ടുകോട്ടയിൽ നിന്ന് ഇറങ്ങും. ഓയ് അപ്പം വരും വെളുപ്പിനെ. എല്ലാവരും തലേ ചുമ്മാട് വെച്ച് ചുമന്ന് വണ്ടിയൊന്നുമില്ല, നടന്നാ വരുന്നത്. അപ്പം ഒരു കൂട്ടായ്മയാണ്. അപ്പം വീട്ടുകാര്യം പറയും, പ്രാരാബ്ദമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ. ഇപ്പം അങ്ങനല്ലോ, ഷെയർ ചെയ്യുന്നല്ല. ഇങ്ങനെ വെച്ച ശേഷം എന്തോ ഉണ്ട് ടിൻ ഉണ്ണെ അവിടെ നിന്ന് ഒന്നുമില്ല. ഉണ്ണെ ടിൻ വരുമോ? ഉണ്ണെ അവിടെ നിന്ന് ഇല്ല. ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഷെയറിങ്ങാ. ഒന്ന് മനസ്സിലാകൊള്ളാം. കണ്ണും കടയാൻ മേലാത്ത തള്ളവരുത് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഇപ്പോൾ ഒന്നും അറിയാൻ മേലാതെ. അപ്പൊ ചുരുക്കി പറഞ്ഞ പണ്ട് അങ്ങനല്ല. ഇവർ ഈ പ്രാരാബ്ദത്തിന്റെ നടുവിൽ ഇതൊക്കെ എടുത്തുകൊണ്ട് ചന്തയിലോട്ട് പോകും, ഇതെല്ലാം വിൽക്കും. ഒരാൾ ആദ്യം വിറ്റാലും മറ്റവർ വിറ്റ് കഴിഞ്ഞേ പോരുവുള്ളൂ. വർത്തമാനമൊക്കെ പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തും മേടിച്ചും ഒരു കട്ടനൊക്കെ കുടിച്ചും പരിപ്പുവടയൊക്കെ കഴിച്ചും രോഗിയൊക്കെ പറഞ്ഞ് ഓരോരുത്തരോട് അങ്ങനെയൊക്കെ ഒരു ഇത് അഗ്രികൾച്ചറിൽ നിന്ന് വന്നതാണ്. അതാ കൾച്ചർ. ഇപ്പം അങ്ങനല്ല. പിള്ളേർ അമേരിക്കയിലും കാനഡയിലും അവിടെ ഇവിടെയെല്ലാം പോയി ഭയങ്കര വീടുമൊക്കെ വെച്ച് എരികോ മതിൽ പോലെ മതിലും കെട്ടി വലിയ ഗേറ്റ് വിട്ട് ആമത്താടിട്ട് പൂട്ടി വാല് മുറിച്ച 2 പട്ടിയും. അവസാനം പിള്ളേരെല്ലാം അങ്ങും പോയി തന്തയ്ക്കും തള്ളയ്ക്കുവാനെങ്കിൽ എല്ലാം നടക്കുന്ന കണ്ടിട്ടില്ലേ?
കടയിൽ പോയി 2 ചപ്പാത്തി മേടിക്കും. മാപ്പളം പെമ്മകൾ കടപ്പുറം പെണ്ണ് ചപ്പാത്തി മറിച്ചിടാൻ പോലും തള്ളയ്ക്ക് അച്ഛാ അത് തെന്നി പോകുന്ന അച്ഛാ ചപ്പാത്തിയാന്ന് ഇങ്ങനെ നോക്കി ആ ഹൈ റേഞ്ച് വരെ കാണാം. അതിന് പോലും ഒരു കെൽപ്പും കട ഇല്ല, ഒരു കൾച്ചറുമില്ല, ആരുമായിട്ട് സഹകരിക്കുന്നില്ലല്ലോ. കാശുണ്ട്. പിള്ളേരവിടെ നിന്ന് കണ്ടുകൊണ്ട് പറയുന്നുണ്ട് ഹായ് ഡാഡി ഹായ്. അപ്പുറത്ത് ആരാ താമസിക്കുന്നതെന്ന് അറിയത്തില്ലല്ലോ. അമേരിക്കയിലുള്ളവനെ കാണുന്നുണ്ട്, അപ്പുറം ആരാന്ന് അറിയുന്നില്ലല്ലോ പലരും. ഉണ്ടോ? ഒരു കൾച്ചറും ഇല്ല. വെള്ളപ്പൊക്കം അങ്ങോട്ട് വന്നപ്പോൾ വെള്ളം വന്ന് അടിച്ച് കയറി അവസാനം തള്ളയിരുന്ന് ഞെക്കുക. റിമോട്ട് കൺട്രോളില്ല, ഗേറ്റ് തുറക്കുക. ഞെക്കി തള്ളയുടെ വിരൽ വേദനിക്കുന്നല്ല ഗേറ്റ് വല്ലതും തുറക്കും. ആളെ ഇരുന്ന് ഞെക്കുകയാണ്. അച്ചായി ഞെക്കാൻ ആൾ പറഞ്ഞ് വരുന്നില്ലടീന്ന്. അച്ഛാ ഞെക്കച്ചാ. അന്നേരം വെള്ളം ചവിട്ടി വന്നു. പന്ന തള്ളേനെയെല്ലാം ആ കൊല്ലത്തിൽ നിന്ന് വന്ന സഹോദരന്മാർ വള്ളത്തേക്ക്, ഈ തള്ള പണ്ട് പറഞ്ഞതാ മരക്കാന്മാരാണ്, അവർ തന്നെ വന്ന് ഈ പന്ന തള്ളയെ പൊക്കിയെടുത്ത് വള്ളത്തേലിട്ട് ഒന്നും ഞാൻ പറയുന്നില്ല, നടന്ന കാര്യമായി പറയുന്നത്. ഒരു കൾച്ചറുമില്ല. അതെ, നിർത്തുക. ഇപ്പം നിങ്ങൾ പറയാ കൊടുക്കാൻ പറഞ്ഞത് ഇപ്പം വിനയായല്ലോ എന്ന്. നല്ല കാര്യമായി പറയാന്ന്. ചുരുക്കി പറഞ്ഞാൽ ഉസിയാവ് അഗ്രികൾച്ചറിൽ വലിയ 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 പ്രാർത്ഥന. തെളിവ് തരാം, വായിച്ചേ. നിങ്ങൾ ഓർക്കുന്ന ഞാൻ ചുമ്മാ വായി വരുന്നതെല്ലാം വിളിച്ച് പറയാന്നോ? ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-1 വായിച്ചേ, തെളിയിക്കാം. യഹൂദാ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ടുവന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി. അമസ്യാവിന് പകരം ഇവനെ രാജാവാക്കി. അപ്പൊ ഉസിയാവിന്റെ കാര്യമായി പറയുന്നത്. ഇനി എല്ലാ വാക്യവും വായിക്കാൻ നേരമില്ല. അതിന്റെ 10-ാം വാക്യം വായിച്ചേ. അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവന് അതൊക്കെ നല്ല മിടുക്കനാ. രാജ്യത്തിന് വളരെ പുരോഗതിയാ. കന്നുകാലികൾ ഉണ്ടായിരുന്നു. പിന്നെ അവൻ മരുഭൂമിയിൽ ഗോപുരം പണിതു. പിന്നെ അനേകം കിണറും കുഴിപ്പിച്ചു. ജലസേചന പദ്ധതി ഇവന്റെ കാലത്താ. ജലസേചന പദ്ധതി. കിണർ മൂടുകല്ല, കിണർ കുടിച്ചെന്നാ. അടുത്തത് അവൻ കൃഷിപ്രിയനായിരുന്നത് കൊണ്ട് അവന് മലകളിലും മതി എനിക്ക് അത്രയും കേട്ടാ മതി. ഇതെല്ലാം വചനത്തിലുണ്ടെന്ന് അതിനായി വായിപ്പിക്കുന്നത്. എന്നാരാ പറഞ്ഞ അയാൾ വായി വരുന്നതെല്ലാം ഇവന് വല്ലതും ബോധമുണ്ടോ? ഇവൻ ഇന്ന് രാത്രി നിന്നെ കണ്ടിക്കുമെന്ന് പറഞ്ഞു നിൽക്കുക. ഇവൻ കൃഷിപ്രിയൻ. ആരാ? ഉസിയാവ്. അപ്പോൾ ജലസേചന പദ്ധതിക്ക് മുൻതൂക്കം, സൈന്യ ആഭ്യന്തരത്തെ സുസജ്ജമാക്കി, കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുത്ത പ്രഗത്ഭനായ പള്ളി വരികയില്ലെങ്കിലും അല്ല പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നെങ്കിലും പുള്ളി. നമ്മൾ ചിലതിനെ പറ്റി പറയാം, ജോർജ് കുട്ടി ഇച്ചിരി വഴക്കാളിയാണെങ്കിലും പാസ്റ്റർമാരെ കാണുമ്പോൾ മുണ്ടുമൊക്കെ അടിച്ചിട്ട് മടക്കി കുത്തക്ക്. പുള്ളി ഇച്ചിരി വഴക്കാളിയാണെങ്കിലും വല്ലതൊക്കെ കൊടുക്കും. പുള്ളി അങ്ങനെ തന്നെ വഴക്കാളിയാണെങ്കിലും. ചില സഹോദരിമാർ ഞങ്ങളുടെ അച്ഛൻ ഇച്ചിരി ഉടക്ക എന്നാലും ഒറ്റ ദിവസം പ്രാർത്ഥന മുടക്കുകയല്ല. അച്ഛൻ സഭയിലെ മെയിൻ ഉടക്ക എന്നാലും സഭായം തുടങ്ങുന്നതിന് മുന്നേ പുള്ളിക്കൊരു പ്രത്യേക കസേരയുണ്ട്. ജീവനുള്ളൊരുത്തൻ അത് കയറിയിരിക്കത്തുമില്ല. ഇയാൾ വന്നിങ്ങനെ വാറതാനിരിക്കും പോലെ നല്ല അച്ചായന. അപ്പൊ ഇങ്ങനെയുള്ള ഉസിയാവ് മരിച്ചു. ഈ കൃഷിപ്രിയനായ ഉസിയാവ് മരിച്ചപ്പോ യെശയ്യാവിനൊരു ചിന്ത, അയ്യോ ഇനി രാജ്യത്തിന്റെ ഭാവി എങ്ങനാ? കൃഷിയുടെ കാര്യം ഇനി എങ്ങനാ? ജലസേചന പദ്ധതി ഇനി ശരിയാകുമോ? ആഭ്യന്തരം എങ്ങനാ? ഇങ്ങനെയുള്ള ഹൃദയവേദനയുണ്ടായി ഉസിയാവ് മരിച്ചപ്പോൾ. അപ്പൊ നോക്കിയപ്പോ സിംഹാസനം വെറുതെ കിടക്കുന്നു. ഇനി ആരാ അതിലിരിക്കുന്നത്? ഇനി വല്ലൊരു ഇരുന്നാൽ ശരിയാകുമോ? ഇങ്ങനെയുള്ള ചിന്തയെല്ലാം കൂടെ അകത്തോട്ട് കയറി ഭാരപ്പെട്ടപ്പോൾ 6-ാം അധ്യായം കർത്താവ് ദർശനം കാണിച്ചു. ഉസിയാവിന്റെ സിംഹാസനം കിടക്കുമ്പോൾ ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനം മുകളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ യെശയ്യാവ് ഉസിയാവ് ഈ സിംഹാസനത്തിൽ ഇല്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. ഇനി ആരാ ഇരിക്കുന്നെന്നോർത്ത് നീ പതറണ്ട. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഞാനിരിക്കുന്നുണ്ട്.
ഇന്ന് രാത്രി ഇതിനോടുള്ള ദൂത് പറയാ. നിന്റെ ഭർത്താവ് മാറ്റപ്പെട്ടു, ഇനി എങ്ങനാകുമെന്നോർത്ത് നീ പതറണ്ട. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. നിന്റെ ഭാര്യ മാറ്റപ്പെട്ടു, കർത്തൃസന്നിധിക്ക് ചേർക്കപ്പെട്ടു, ഇനി എന്റെ കാര്യം എങ്ങനാ, കുഞ്ഞുങ്ങൾ എങ്ങനാ, ഇതൊന്നും ഓർത്ത് ഭാരപ്പെടേണ്ട. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. നിന്റെ മക്കൾ നിന്നെ ഉപേക്ഷിക്കുന്നു, പൈസ തരുന്നില്ല, അന്വേഷിക്കുന്നില്ല, സഹകരിക്കുന്നില്ല. എൻ്റെ അച്ചായൻ്റെ കാര്യം എന്താകും, യോ പ്രായമായി, ഞങ്ങൾ ഇനി എങ്ങനാകുമെന്നോർത്ത് ആരേലും വ്യാകുലപ്പെട്ടിരിക്കുന്നെങ്കിൽ നിന്നോട് ദൂത് പറയുകയാ. ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നുണ്ട്. നിന്നെ പുലർത്തുവാൻ, നിന്നെ പരിപാലിക്കുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് വിശ്വസ്തൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത നസറായൻ, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, അനാഥനായിട്ട് വിടത്തില്ല. നരക്കുവോളം ചുമക്കുന്ന ഒരുവൻ, വാർദ്ധക്യത്തിലും അവൻ തള്ളിക്കളയാറ് നിന്നെ സംരക്ഷിക്കുന്ന ഒരുവൻ, അവനാണ് നസറായൻ. ഇന്ന് രാത്രി അവൻ ഇവിടെ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പിച്ച് വെള്ളോട്ടിന് സദൃശമുള്ള ഭേദമുള്ളവനായി, 7 നക്ഷത്രം വലകി കീഴ്പിടിച്ച് നിലവിളക്കട നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അവിടുത്തെ കണ്ട് തിരിച്ചു പോകാവൂ, അവിടുത്തെ അനുഭവിച്ച് തിരിച്ചു പോകാവൂ. അനുഭവിക്കുന്നവരെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കൃത്യം 9:30 ഞാൻ മെസ്സേജ് നിർത്തും. വിഷയം തീരത്തില്ല, നിർത്തും. അത്രോ, അത് മതി. ഗുണമാകാനാന്ന് ഇത് മതി. അപ്പൊ ശ്രദ്ധിക്കുക, യെശയ്യാവ് യേശുക്രിസ്തുവിനെ കാണുക. ഉസിയാവ് മരിച്ചു, സിംഹാസനം ശൂന്യമാ. കർത്താവ് പറഞ്ഞ് പതറണ്ട, ഉയർന്നും പൊങ്ങിയ ഒരു സിംഹാസനത്തിൽ ഞാനിരിപ്പുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്ന് പരമാർത്ഥമായി അവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും അറിയാവുന്നവര് ചേർന്ന് പാട്. ഓ എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാലും എന്നോടു. ഓ എന്നെ വിളിച്ചവൻ ഓ എന്തെല്ലാം കർത്താവിൻ പിന്നാലെ സന്തോഷ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പോൾ യെശയ്യാവ് യേശുവിനെ കണ്ടെന്ന, യേശുവിന്റെ തേജസ് കണ്ടെന്ന ആ കണ്ട കാര്യമാണ് എഴുതിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിൽ യെശയ്യാവ് സിംഹാസനം കണ്ടു. ഇനി 53-7 വായിച്ചേ. പെട്ടെന്ന് ഇടയ്ക്കത്തേലെ അങ്ങ് വിടുക. തന്നെ താൻ താഴ്ത്തി വായി തുറക്കാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്. നിർത്തിക്കേ. 6-ാം അധ്യായത്തിൽ സിംഹാസനം കണ്ടു, 53-7 കുഞ്ഞാടിനെയും കണ്ടു. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് തേജസ് കണ്ടെന്ന. 6-ൽ സിംഹാസനം കണ്ടു, 53-ൽ ഒരു കുഞ്ഞാടിനെ കണ്ടു. ഈ കുഞ്ഞാട് ഉൽപ്പത്തി മുതലെടുത്ത കുഞ്ഞാടാ. വെളിപ്പാട് 13-ൽ ഉൽപ്പത്തിയിലെ കുഞ്ഞാടിനെ പരാമർശിക്കുന്നുണ്ട്. ലോകസ്ഥാപനത്തിൽ ദൈവത്തിന് മഹത്വം. പിന്നങ്ങോട്ട് മുഴുവൻ കുഞ്ഞാടിനെ പറ്റിയാ. പുറപ്പാട് 12 കുഞ്ഞാടാ, ലേവ്യ 16 കുഞ്ഞാടാ. ദൈവത്തിന് ആമൻ സ്തോത്രം. 23-ാം സങ്കീർത്തനം ആടും ഇടയനുമാ. 22 അത് കുഞ്ഞാടിനെ പരാമർശിക്കുക. യെശയ്യാവ് 53 കുഞ്ഞാടിന്റെ വിശേഷതകളാ. ദൈവത്തിന്റെ മഹത്വം. അങ്ങനെ വന്ന് യോഹന്നാൻ സ്നാപകൻ പറയാ, അതേ പോകുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. ദൈവത്തിന്റെ മഹത്വം. ആ കുഞ്ഞാടിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ മുഴുവൻ കുഞ്ഞാടല്ലയോ. ഞാൻ തിരിഞ്ഞപ്പോൾ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ. അപ്പോൾ 5-ാം അധ്യായത്തിൽ കുഞ്ഞാട്. ഇനി ഓടിച്ചു പറയാ, 7-ാം അധ്യായത്തിന്റെ 10 വായിച്ചേ. 7-ന്റെ 10 വെളിപ്പാട് 7-ന്റെ 10. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ. വെളിപ്പാട് 5-ന്റെ 1 ആദ്യം വായിച്ചേ.
ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കുഞ്ഞാടിനെ കാണുക. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറക്കുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെ കണ്ടു. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് പറഞ്ഞു, കരയണ്ട, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങുവാനും മുദ്ര പൊട്ടിക്കാൻ യോഗ്യൻ. ഞാൻ തിരിഞ്ഞപ്പോൾ ഞാൻ സിംഹാസനത്തിലെ 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. അപ്പോൾ സിംഹാസനത്തിലും മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞാട് 5-ാം അധ്യായത്തിൽ ഒരു സിംഹാസനം, 4-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ കാണുന്നു. ഇനി 7-ാം അധ്യായത്തിന്റെ 10 വായിച്ച പെട്ടെന്ന് പറയാം. 7:10 സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ. അപ്പൊ ഇവിടെ അടുത്ത് വരിക യെശയ്യാ പ്രവചനത്തിൽ 6-ൽ സിംഹാസനം, പിന്നെ ഒത്തിരി കഴിഞ്ഞ് 53-ൽ കുഞ്ഞാട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന്റെ 1-ൽ സിംഹാസനം, 5-ന്റെ 4-ൽ അടുത്ത് വരിക കുഞ്ഞാട്. 7-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഒരു വാക്യത്തിൽ അടുത്ത് വരുന്നു. വായിരെ രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ. ഇവിടെ സിംഹാസനം കാണുന്നു. അടുത്തത് നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും. അപ്പൊ ഒരു വാക്യത്തിൽ കുഞ്ഞാടും സിംഹാസനവും അടുത്ത് കണ്ടു. ഇനി 7-ന്റെ 17 വായിച്ചേ. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അടുത്ത് വന്നല്ലോ. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ, ആമേൻ, സ്തോത്രം, യെശയ്യാവ് കണ്ടു. ഞാൻ കമ്പിവാചകം പോലെ പറഞ്ഞ് നിർത്താം. യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം വെളിപ്പെട്ടു. ഈ പള്ളി വഴക്കുണ്ടാക്കുന്നവനും, പള്ളിക്കകത്ത് കയറാത്തവനും, പള്ളി പൂട്ടുന്നവനും, പള്ളിയിലെ സാധനം വിൽക്കുന്നവനും, പള്ളിക്കകത്ത് കൊണ്ട് അശേരനെ സ്ഥാപിച്ചവൻ്റെയൊക്കെ കാലത്താണ് പുള്ളി ഇത് കാണുന്നത്. നമ്മൾ ഉടനെ പറയുന്നതിനറിയോ, ഓ ഈ സഭയെ വന്നതുകൊണ്ടാണ് ഞാനൊന്നും എന്തെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഞാനാ ഇപ്പോൾ ഒന്നും ഈ സഭ ശരിയല്ല, അതാ ഞാനൊന്നും. യുവമാരുടെ എല്ലാം കാലത്താണ് പുള്ളി യേശുവിനെ കണ്ട്. നമ്മൾ പറയുന്ന ഇന്നയാൾ ശരിയല്ല, ഇന്നയാളുള്ളത് കൊണ്ടാണ് ഞാനൊന്നും. ഓനൊന്നും അല്ല. തടി തപ്പരുത്, കണ്ണടച്ചിരുട്ടാക്കരുത്. ഈ വഴക്കുണ്ടാക്കുന്നവനും പള്ളി പൂട്ടുന്നവനും പള്ളിയിലൂടെ കൊണ്ടാക്കുന്നതിൻ്റെ കാലത്ത് യെശയ്യാവ് യേശുവിനെ കണ്ടെന്ന്. അയ്യോ, കണ്ടതന്നെ ആ ചെറിയ കാര്യം, എന്തെല്ലാം കാര്യങ്ങളാണ് അങ്ങോട്ട് കണ്ടത്. അതെല്ലാം ഇന്ന് വെളുക്കുവോളം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, വിവരിക്കുന്നില്ല, വായിച്ചങ്ങ് വിടാനേ നോക്കൂ. യേശുവിനെ കണ്ടു. എല്ലാവരും കാണണം. കണ്ടപ്പോഴേ ഓരോന്നോരോന്ന് അങ്ങോട്ട് യെശയ്യാവിന് വെളിപ്പെട്ടു. എങ്ങനെ വെളിപ്പെട്ടു? ഈ കണ്ട ശിശു എങ്ങനെ ജനിക്കും? 7:14 പെട്ടെന്ന് വായി. 7:14. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തീരും. പിന്നെ കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടപ്പോൾ ഓരോന്നോരോന്ന് വെളിപ്പെട്ടു. ഒന്ന്, ഈ കണ്ട വ്യക്തി അവൻ കന്യാസൂനുമായിട്ട് ഇവിടെ അവതരിപ്പിക്കും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. പണ്ട് ഒരാൾ ചോദിച്ചെന്നാ പറയുന്നത്, കന്യക എങ്ങനെ ഗർഭിണിയാകുന്നത് എങ്ങനെയാന്ന്. ഒരു ഹൈന്ദവ സ്നേഹിതൻ, നമ്മുടെ മറ്റാരുമല്ല സൈമൺ സാറിനോടാ ചോദിച്ചത്. അപ്പോൾ പുള്ളി തിരിച്ചു പറഞ്ഞു, ചെവിക്കകത്തൂടെ കൊച്ചു വരുന്നുണ്ടെങ്കിൽ കന്യക ഗർഭിണിയാകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. തൊട വളർന്നൊരു കൊച്ചിനെ എടുക്കാമെങ്കിൽ പിന്നെ കന്യക ഗർഭിണിയാകുന്നതുകൊണ്ട് വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്നല്ല, ഉണ്ട്. അവിടുന്ന് കന്യാസൂനുമായിട്ട് ഇവിടെ അവതരിക്കുമെന്ന് യെശയ്യാവിന് വെളിപ്പെട്ടു. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമ്മാനുവൽ ഇവൻ താനേ. നേരമില്ലാത്തതുകൊണ്ട് പാടുന്നില്ല. അപ്പോൾ എങ്ങനെ ജനിക്കും? കന്യകാസുതനായിട്ട് ഇവിടെ ജനിക്കും. യെശയ്യാവിന് വെളിപ്പെട്ടു. ഇനി ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത 6:9 വായിര് 9:6 നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവിടുന്ന് അത്ഭുതമന്ത്രി. എന്തിനാ എല്ലാം വായിക്കുന്ന? വീരനാ ദൈവം. യേശു ദൈവമല്ലെന്ന് പറയുന്ന വെടലകളുണ്ട്. വെടലയ്ക്ക് പറ്റിയ വാക്യമാ. അവിടുന്ന് വീരനാം ദൈവം.
എന്നാ ഇത്ര എന്നെ നോക്കി പേടിപ്പിക്കുന്നത്? പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്, മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തു. രണ്ടു വാക്യം പോരെ? പിന്നെ വേണേ ഒന്നുകൂടി ഇരുന്നോട്ടെ. തോമാച്ചൻ പറഞ്ഞു, എന്റെ കർത്താവും ദൈവവുമായുള്ളവേ, അവിടുന്ന് നിത്യ ദൈവമാണ്. അപ്പൊ ഈ ജനിക്കാം ഒന്ന് എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, ദൈവത്തിന്റെ മകത്ത്. തീർന്നില്ല. ഏത് കുടുംബത്തിൽ നിന്ന് വരും? 11:1 വായിര്. 11:1 അവിടുന്നാ വരുന്നത്. ഇശായിയുടെ കുറ്റിന്ന്. അതിനാ ഒക്കെ ഒത്തിരി കാര്യമുണ്ട്. ഇശായിയുടെ കുറ്റിന്ന് കുറ്റി ഒന്ന് നോക്കിക്കോ. ഏത് കുറ്റിയാന്ന്? കുറ്റിയുടെ അതിന്റെ നീളവും ഉയരവും ഒക്കെ ഒന്ന് നോക്കിയോ. രൂത്തിന്റെ പുസ്തകം 4:18. കുറ്റി ഏതാന്ന്? അവിടെ ഒരു ചെറിയ കുറ്റിയുണ്ട്. വായിര്. ഓ, രൂത്തിനോട് താല്പര്യമില്ലെന്ന് തോന്നുന്നു. വിധവയായതുകൊണ്ടായിരിക്കും. 4:18 ആ കണ്ണിക ഫേരസിന്റെ വംശപാരമ്പര്യമാണ്. കുറ്റി അവിടെ എഴുതിയിട്ടുണ്ട്. ഫേരസിന്റെ വംശപരമ്പരയാണിത്. പിന്നെ ഫേരസ് ഹെസ്രോനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. ഹെസ്രോൻ രാമിനെ ജനിപ്പിച്ചു. രാം അമ്മീനാദാബിനെ ജനിപ്പിച്ചു. അമ്മീനാദാബ് നഹശോനെ ജനിപ്പിച്ചു. നഹശോൻ സൽമോനെ ജനിപ്പിച്ചു. സൽമോൻ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഈ കുറ്റിന്നാ വരുന്നത്. മതി. എന്തിനാ ഈ കുറ്റിന്ന്? ഇതല്ലേ യെശയ്യാവിന് വെളിപ്പെട്ടു. ദൈവത്തെ എനിക്ക് ഇന്ന് അങ്ങ് വെളുക്കോളം പ്രസംഗിച്ചാ കൊള്ളാന്ന് തോന്നുന്നുണ്ട്. വാക്യങ്ങൾ ഇങ്ങനെ പ്രകാശിക്കുന്നുണ്ട്. നിർത്തുക. എന്നാ ബൈബിള് പിടിച്ചു. അല്ലേ നിങ്ങൾ പറയാ അത് ഇരിക്കുന്നതാ പുള്ളിക്ക് ഇളക്ക വന്ന് വേണ്ട. ബാച്ചു എല്ലാം പിടിച്ചു. നിർത്തുക. ഇന്നാ ഞാൻ പ്രസംഗിക്കും. ദൈവം ആയുസ് തന്നാൽ. കർത്താവിനെ പറ്റിയല്ലേ? കൊതി തീരുന്നില്ല പറഞ്ഞിട്ടൊന്നും. കർത്താവിനെ പറ്റി പാടിയിട്ടും പറഞ്ഞിട്ടൊന്നും മതി വരുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ എങ്ങനെ ജനിക്കും? കന്യകാസൂനുമായി ജനിക്കും. ജനിക്കുന്ന ശിശുവിന്റെ വിശേഷത അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഏത് കുടുംബത്തിൽ നിന്ന്? ഇശായിയുടെ കുറ്റിന്ന്. അങ്ങനെ ജനിക്കുന്ന ശിശു ചെറുപ്പത്തിൽ എന്തോ പൂജിക്കും. 7:14 വായിര്. വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. നിർത്തുക. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അവൻ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. തിന്മ തള്ളി നന്മ തിരഞ്ഞെടുക്കുവാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും. അതാ ചെറുപ്പത്തിൽ തൈരും തേനും. തേൻ നല്ലതല്ലയോ? തേൻ കട്ട കുത്തി ക്ഷീണിച്ചൊക്കെ കയറ്റം കയറി ചെന്നപ്പോളേ തൂക്കുപാറ കൂടെ തേൻ മോട്ടിച്ചതൊന്നും അല്ല കേട്ടോ. അപ്പുറത്തെ വീട്ടിലെ പറണിക്കാത്തിരുന്ന തേൻ എടുത്തോണ്ട് അവർ കുപ്പിക്കകത്ത് വെച്ച തേന് അവരറിയാതെ എന്ന് യേശു എടുത്തോണ്ട് വന്ന് അപ്പൊ ശ്രദ്ധിച്ചേ, തൈരും തേനും ശിശു ശൈശവത്തിലെ മാത്രമാണോ? ദൈവത്തിന് മഹത്വം. ആ ശിശു വളർന്നങ്ങോട്ട് ശുശ്രൂഷ ആരംഭിച്ചു. ദൈവത്തിന് മഹത്വം. ആദ്യത്തെ ശുശ്രൂഷ എവിടാന്നും രേഖപ്പെടുത്തി യെശയ്യാവിന് വെളിപ്പെട്ടു. 9:1 വായിര്. പെട്ടെന്ന്. എന്നാൽ കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല. പണ്ട് അവൻ സെബൂലൂൻ ദേശത്തിനും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് യേശു സ്നാനപ്പെട്ട് സ്നാനപ്പെട്ട് അവൻ പരിശുദ്ധാത്മാവ് സാക്ഷ്യം പറഞ്ഞു യോർദാൻ വിട്ട് മടങ്ങി ഗലീലയിൽ ചെന്നെന്ന്. അത് യെശയ്യാവിന് വെളിപ്പെട്ടു. ആദ്യത്തെ ശുശ്രൂഷ. അതെല്ലാം ഓരോന്നോരോന്ന് വെളിപ്പെടുക. ദൈവത്തിന് മഹത്വം. യേശുവിന്റെ കന്നിപ്രസംഗം ഗലീലയിലെ നഫ്താലിയുടെ സെബുലൂന്റെ അതിര്. 4:12 മത്തായി അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. 4:10 പെട്ടെന്ന് വായിച്ചോ. 4:12. ഇങ്ങേറ്റത്തിരിക്കുന്ന പുള്ളിക്കാരി കൂടെ ഒരു അവസരം കൊടുക്ക. പാവം. വായിര്. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസ്രേത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിന്റെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനഹൂമിൽ ചെന്ന് പാർത്തു. സെബൂലൂൻ ദേശവും നഫ്താലി ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ
ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശുക്രിസ്തുവിന്റെ കന്നിപ്രസംഗം. ഇരുട്ടിലിരിക്കുന്ന ജനം അന്ധതയും തിമിരവും പിടിച്ച് അധോഗതി പ്രാപിച്ച ജനത്തിന് രക്ഷയുടെ ദൂത് കൊടുത്ത് അവരെ വെളിച്ചത്തിലേക്ക് നടത്തിയ സാക്ഷാൽ വെളിച്ചമായവൻ. അത് മെശിയാവിന് വെളിപ്പെട്ടു. എന്തെല്ലാം കാര്യമാണ്, ഇനി ഒത്തിരി ഉണ്ട്. അങ്ങനെ വെളിപ്പെട്ട് ശുശ്രൂഷ മരണം 53 അറിയാമല്ലോ, സമ്പന്നന്മാരോട് കൂടെ. ഇടയ്ക്കത്തെ എല്ലാം അങ്ങ് വിടുക, ഇടയ്ക്കത്തെ വിടുക. ഇതെല്ലാം വെളിപ്പെട്ടു. തീർന്നോ? ഇനി രാജാവായിട്ട് വരും. 32 ഒന്ന് വായിര് പെട്ടെന്ന്. യെശയ്യാവ് രാജാവ് നീതിയോടെ വാഴും. ഒരു രാജാവ് നീതിയോടെ വാഴും. വാഴുന്ന രീതി എങ്ങനാ? 11:5 പെട്ടെന്ന് വായിര്. ആ രാജാവ് ഭരിക്കുമ്പോ ഇവിടെ എങ്ങനെയാന്ന്? നീതി അവന്റെ നടുക്കെട്ടും. നീതി അവന്റെ നടുക്കെട്ടും. ഇവിടെ നീതി ഒന്നും കിട്ടത്തില്ല. ഈയിടെ കേട്ടല്ലോ സംശയിക്കേണ്ടിയിരിക്കുന്ന വിധി. അപ്പൊ ഒന്നുകൂടെ ഒന്ന് അന്വേഷിച്ചാൽ കൊള്ളാന്ന്. ഇവിടെ നീതി കിട്ടുകയല്ല. ആരുടെ വിധിയാ, ഏത് വിധിയാന്നൊക്കെ പേപ്പർ വായിച്ചല്ലോ, അറിയാമല്ലോ. നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് കയറണ്ട. നമുക്ക് ഇവിടെ ആവശ്യത്തിന് വിഷയമുണ്ടല്ലോ. പണ്ടൊരു തള്ള പറഞ്ഞ പോലെ ഞാൻ പുതിയ വഴക്കൊന്നും എടുക്കുന്നില്ല, പഴയത് വിടുന്നുമില്ലെന്ന്. നമുക്കിവിടെ ആവശ്യത്തിനുണ്ടല്ലോ. അപ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. ആ നീതിയോടെ വരുന്ന രാജാവിന്റെ വിശേഷത 11:5 നീതി അവന്റെ നടുക്കെട്ടും. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ നശിപ്പിച്ചിടുമേ. എഴുന്നു ശോഭിപ്പീ, ദീപം തെളിയിപ്പീ, പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ, വാനിൽ പറന്നു പോവാൻ. അപ്പൊ ശ്രദ്ധിക്കുക, ദൈവത്തിന് മകത്തെ നീതി അവിടുത്തെ നടുക്കട്ടെ. പിന്നെ അയ്യോ വിശ്വസ്തത അരക്കച്ചയാ. പിന്നെ ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. അങ്ങനെയുള്ള ഭരണമാ യേശുവിന്റെ ഭരണം. ഇതെല്ലാം യെശയ്യാവിന് വെളിപ്പെട്ടെന്ന്. ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും. പിന്നെ പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോട് കൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. പിന്നെ ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പിന്നെ പശു കരടിയോട് കൂടെ മേയും. പശുവും ശിശുവും പാമ്പും എല്ലാം ഒരു ശല്യമില്ലെന്ന്. പിന്നെ പാട്ട് വരുന്നു. ഓ എന്നാ ചെയ്യാൻ? സിംഹക്കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോസമ്മതുപോൽ. സിംഹക്കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോസമ്മതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും എന്ന് പറഞ്ഞാൽ 1000 ആണ്ട് വാഴ്ച ബാബാ സുരേഷ് ഒന്നും വേണ്ട. ഇപ്പൊ ഒരു നീർക്കോലിയെ കണ്ട സുരേഷിനെ വിളിക്കാൻ കാശ് കൊടുക്കുവോ? അതുമില്ല. പാമ്പിനൊക്കെ ഇപ്പം പാമ്പ് പിടുത്തം കൊണ്ടല്ലോ. പാമ്പ് ഒരു പാമ്പ് ചിലർ പാമ്പിനെ പിടിച്ച അപ്പുറേ കൊണ്ടുവിടും. ആ പാമ്പ് തന്നെ പിറ്റേന്ന് പാമ്പ് തന്നെ കുറച്ച് നാളായല്ലോടെ എന്നെ തന്നെ. അന്നത്തെ ഭരണത്തിലെ ശിശു പാമ്പിന്റെ പൊത്തിക്കൊണ്ട് കൈയിടും, ഒരു കുഴപ്പമില്ല. സിംഹം കാളപ്പോൾ പുല്ലു തിന്നിടും, പുള്ളിപ്പുലിയും ഗോസമ്മതുപോൽ. സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും, സർപ്പത്തിൻ പോത്തിൽ കളിച്ചിടും. ചെറിയ ശിശുക്കൾ യേശുവിൻ രാജ്യം വരുന്നു പരമേശൻ ഇപ്പാരും ഭരണം പരമേൽപ്പാ. വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം. ഉടന്തർമാനിനെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. ഉടന്തർമാനിനെ പോലെ ചാടിയിടും, ഊമന്മാരും ഉല്ലസിച്ചാർക്കും. കുരുടന്മാരുടെ കണ്ണു തുറക്കും, കുരുടന്മാരുടെ കണ്ണു തുറക്കും. ഒഴുകുന്ന ശേഷം വരുന്നു പരമേശൻ ഇപ്പാരിൽ ഭരണം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. യേശുക്രിസ്തുവിന്റെ ഭരണം യാതൊരു പ്രശ്നമില്ല, യാതൊരു വൈതരണിയില്ല. വേട്ടമലയൊക്കെ പാടിയ പാട്ട് പാടേണ്ടതായ ഞാനങ്ങ് അടങ്ങുക. ദൈവത്തിന് മഹത്വം. പറഞ്ഞ് വെളിപ്പെട്ട് 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 അത് പറഞ്ഞങ്ങ് നിർത്താം. വെളിപ്പെട്ട് പുതുവാന ഭൂമി വരെ യെശയ്യാവിന് വെളിപ്പെട്ടു. 66:22 വായിച്ച് പ്രസംഗം നിർത്തി. ഞാനുണ്ടാക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. മതി. പുതിയ ആകാശവും പുതിയ ഭൂമിയും
യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ട ഷിയാവ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യമാണ് വെളിപ്പെട്ടത്. അതുകൊണ്ട് ഇന്ന് രാത്രി എല്ലാവരും യേശുവിനെ കണ്ടേച്ചു പോകണം.